കുടുംബജീവിതം നല്ല വിഷയമാണ്. ഇപ്പോൾ പൊണ്ടാട്ടിയായിട്ട് ഉടക്കിട്ട് വന്നവരുണ്ടാകും, ഭാര്യയുമായി പ്രശ്നമായിട്ട് ഉള്ളവരുണ്ടാകും, തൊലാഖിന്റെ അവസ്ഥയിലെത്തിയവരുണ്ടാകും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഓരോ വിശ്വാസികൾക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ പാഠമാണ്. കല്യാണം കഴിക്കാനിരിക്കുന്നവർക്കും കല്യാണം കഴിച്ചവർക്കും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് എങ്ങനെ ആയിരിക്കണമെന്നും, ഒരു ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്നും, ഒരു വാപ്പ മക്കളോട് എങ്ങനെ ആയിരിക്കണമെന്നും, മക്കള് എൻ്റെ പ്രിയപ്പെട്ടവരെ വാപ്പയോടും ഉമ്മയോടും എങ്ങനെ പെരുമാറണമെന്നെല്ലാം ആദരവാകുന്ന പ്രവാചകന്റെ ജീവിതചര്യ എടുത്തു കഴിഞ്ഞാൽ, ആദരവാകുന്ന പ്രവാചകന്റെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാനും കഴിയും, കാണാനും കഴിയും. ഞാൻ പറയാം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നല്ലൊരു ഭാര്യ ഉണ്ടാവുക എന്ന് പറയുന്നത്. ആ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ ആഗ്രഹമാണ് എന്ത്? നല്ലൊരു ഭർത്താവിനെ നമുക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ടോന്നറിയില്ല, സ്ത്രീധനമെന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് നമ്മുടെ നാടിന്റെ പല സ്ഥലങ്ങളിലും പല സഹോദരിമാരുടെ ജീവിതത്തെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളിവിടെ സ്ത്രീധനമുണ്ടോ? സ്ത്രീധനത്തിന്റെ പ്രശ്നമുണ്ടോ ഇവിടെ? ഇല്ല, സ്ത്രീധനം ഇല്ല. എന്നോട് ഒരാൾ പറഞ്ഞ പാലക്കാട് ജില്ലയിൽ ചെന്ന് സ്ത്രീധനം ചോദിച്ചാൽ തല്ല് കിട്ടുമെന്നാണ് പറയണേ. പാലക്കാട് ജില്ലയിൽ ചെന്നിട്ട് സ്ത്രീധനം, ഈ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ ചെന്ന് സ്ത്രീധനം ചോദിച്ചാൽ തല്ല് കിട്ടുമെന്നാണ് പറഞ്ഞ ഉസ്താദെ. അപ്പൊ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ, എല്ലാവരുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ് നല്ലൊരു കുടുംബജീവിതം, അല്ലേ? ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്താണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദെ, 5 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല, 20 കൊല്ലമായി മക്കളില്ലെന്ന് പറയുന്ന ഒരുപാട് സാധുക്കള് നമ്മുടെ ഈ മഹലിലുണ്ടാകും, അല്ലേ? ഞാൻ പറയാ, ഈ പറയുന്ന ഒരായത്ത് ആരാണോ ഓതുന്നത് അവന് നല്ല ഭാര്യയെ കിട്ടും, നല്ല ഭർത്താവിനെ കിട്ടും, നല്ല മക്കളെ കിട്ടും. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മലപ്പുറം ജില്ലയില് താനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ എനിക്കൊരു വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്. എന്നോട് എപ്പോഴും പറയും, ഉസ്താദെ, കല്യാണം കഴിഞ്ഞു 9 കൊല്ലമായി മക്കളില്ല. എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ് 9 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ മഹലിൽ വഅലിന് പോയപ്പോ എന്റെ കൈ പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞതാ, ഉസ്താദെ, അള്ളാഹു എനിക്ക് 9 കൊല്ലം മക്കളെ തന്നില്ല ഉസ്താദെ. 10ാമത്തെ കൊല്ലമായപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി ഉസ്താദെ. വല്ലാഹി സത്യം, ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ എനിക്കടുത്തൊരു കോള് വന്നു, ഉസ്താദെ, എൻ്റെ ഭാര്യ ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഭാര്യയ്ക്ക് ഇരട്ട കുട്ടികളാണ് എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഉസ്താദെ. 9 കൊല്ലമായി മക്കളില്ല. 10ാമത്തെ കൊല്ലമായപ്പോൾ അള്ളാഹ് മക്കളെ കൊടുത്തു. ആ 10ാമത്തെ കൊല്ലം ഭാര്യയുടെ വയറ്റിൽ അള്ളാഹു ഇരട്ട കുട്ടികളെ കൊടുത്തു. അതാ റബ്ബെന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്നൊരു ദുആ ആരാണോ, അല്ലെ, റബ്ബ് കരുണയുള്ളവനാ. അതാ 9 കൊല്ലമായിട്ട് മക്കളെ കൊടുക്കാത്തവന് 10ാമത്തെ കൊല്ലം ഇരട്ട കുട്ടികൾ അല്ല കൊടുത്തത്. അള്ളാഹു ആ സാധുവിന്, ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് അള്ളാഹു ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ ഒരു ആയത്ത് ആരാണോ ഓതുന്നത് അവന്റെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു നൽകും, ബറക്കത്ത് നൽകും. അവന്റെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകും. ഓതൂലേ? അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു അതാ പറയുകയാ. ഏതാണ് ആയത്തെന്നറിയോ? ഏതാണ് ദുആയെന്നറിയോ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണോ? കുടുംബ ജീവിതത്തിൽ റാഹത്ത് വേണോ? ഏതാണ് ദുആയെന്നറിയോ? ഏതാണ് ആയത്തെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയാ, 5 വക്തത്തിന് ശേഷമുണ്ടല്ലോ, നിസ്കാരത്തിന് ശേഷം എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന ആയത്ത്, ഈ പറയുന്ന ദുആ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ദുആ ചെയ്താൽ, പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. ഇവിടെ ഇരിക്കുന്ന 100 കണക്കാന സഹോദരന്മാരോട് പറയുകയാ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് പറയുകയാ, ഏതാണ് ആയത്തെന്നറിയോ?
1000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അള്ളാന്റെ ഖുർആനിലൂടെ അള്ളയതാ പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിന് ശേഷം എൻ്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കുടുംബ ജീവിതത്തിൽ അവന്റെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓതിക്കൊള്ളുക, എല്ലാവരും ഒരു ആമീൻ പറയുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ, കൺകുളിർമയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാരെ തരണേ അല്ലാ, തരണേ അല്ലാ. 5 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല, 20 കൊല്ലമായി മക്കളില്ല, നിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് അല്ലാ. സ്വാലിഹും സ്വാലിഹത്തുമായ മക്കളെ തരണേ അല്ലാ, കൺകുളിർമയുള്ള ജീവിതം തരണേ അല്ലാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ പറയുന്ന ദുആ 5 വക്തത്തിന് ശേഷം ആരാണോ ദുആ ചെയ്യുന്നത്, മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറയുന്നു, അവന്റെ കുടുംബ ജീവിതത്തിലും മക്കളിലും അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകും. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ ഞങ്ങൾ കെട്ടിപ്പോയില്ലേ ഉസ്താദേ, എന്താ പറഞ്ഞേ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞു പോയില്ലേ ഉസ്താദേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? മോനെ, കല്യാണം കഴിഞ്ഞവരും ഒതുക്കോ, അല്ലാഹു നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകും. ഞാൻ ഈ കാസർഗോഡ് ഭാഗത്തൊരു സ്ഥലത്ത് അതിന് പോയപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവർ കൈവക്കാൻ, നല്ല ഭാര്യമാരെ വേണ്ടവർ കൈവക്കാൻ. അതിൽ 98% ആളുകളും പൊക്കിയത് പെണ്ണ് കെട്ടിയവരാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കെട്ടിക്കഴിഞ്ഞിട്ട് സങ്കടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നോട് ഇന്നലെ ഒരു സഹോദരൻ, എൻ്റെ വണ്ടി ഓടിക്കണ ചങ്ങാതിയാ, അബു എന്ന പേര്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ അമ്പംകുന്ന് ഭാഗത്ത് ഇങ്ങനെ സിയാറത്തിന് ഇങ്ങനെ രാത്രി വാഴ്ന്നു കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥയും പറഞ്ഞിട്ട് പോവാം. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഉസ്താദേ, എൻ്റെ കല്യാണം 21ാമത്തെ വയസ്സിൽ കഴിഞ്ഞു ഉസ്താദേ. എൻ്റെ കല്യാണം 21ാമത്തെ വയസ്സിൽ കഴിഞ്ഞു ഉസ്താദേ. കല്യാണം കഴിഞ്ഞു 18ാമത്തെ ദിവസമായപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഉസ്താദേ. കല്യാണം കഴിഞ്ഞ് 18ാമത്തെ ദിവസമായപ്പോ എനിക്കൊരു ആക്സിഡന്റ് നടന്നു ഉസ്താദേ. എന്റെ കാലിന് ചെറിയൊരു തകരാറ് പറ്റി ഉസ്താദേ. ഞാൻ ICUവിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസ്ന എന്ന് പറയുന്ന സഹോദരി ICUവിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടു ഉസ്താദേ. ഞാൻ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ എന്റെ റൂമിന്റെ അകത്തേക്കൊന്ന് കടത്തിവിടുമോ, ICUവിന്റെ അകത്തേക്കൊന്ന് കടത്തിവിടുമോ? നമ്മളൊന്ന് ചിന്തിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് 18 ദിവസം മാത്രമേ ആയുള്ളൂ. ഡോക്ടർമാര് പറഞ്ഞു ഇപ്പോൾ കയറ്റാൻ കഴിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഭാര്യ അകത്തേക്ക് കയറ്റാം. കല്യാണം കഴിഞ്ഞിട്ട് 18 ദിവസമായിട്ടേ ഉള്ളൂ. സങ്കടം മനസ്സിലാക്കുന്നുണ്ട്. അവസാനം ആ പ്രിയപ്പെട്ട ഭാര്യയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദിവസം ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. എന്നോട് ഇന്നലെ പറഞ്ഞ ഉസ്താദേ, എൻ്റെ വായിൽ നിന്ന് കഫം ഇങ്ങനെ വരുമ്പോൾ അത് തുപ്പണമെങ്കിൽ ഞാനൊന്ന് എണ്ണീക്കണം. പക്ഷെ ഞാനിങ്ങനെ എണ്ണീച്ചിങ്ങനെ തുപ്പാൻ വേണ്ടി പാത്രം നോക്കുമ്പോൾ പലതവണ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജസ്ന എന്ന സഹോദരി കൈ നീട്ടി തന്നിട്ടുണ്ട് ഉസ്താദേ തുപ്പാൻ. എന്താ പറഞ്ഞേ? കൈ നീട്ടി തന്നിട്ടുണ്ട്. പാത്രം പോലും കാണിച്ചില്ല, കയ്യിൽ പോലും തുപ്പിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ. എൻ്റെ ഭാര്യ അൽഹംദുലില്ലാ 18 ദിവസമായുള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ
6 മാസം എവിടെയും പോകാതെ എൻ്റെ കൂടെ അൽഹംദുലില്ലാ എൻ്റെ കൂടെ എന്നെ നോക്കി പരിചരിച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരൻ പറയുമ്പോൾ അതാ സ്നേഹം എന്ന് പറയണേ, അതാ കുടുംബം എന്ന് പറയണേ. ആ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ അല്ലാഹ് തന്നാൽ അവൻ ഭാഗ്യവാനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു 4 കാര്യങ്ങൾ ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ചങ്ങരംകുളംകാര് ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. നമ്മുടെ നാട്ടിൽ പൈസയുള്ളവരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും, APL കാർഡുള്ളവരുണ്ടാകും, BPL കാർഡുള്ളവരുണ്ടാകും, പള്ളിയിൽ ഖത്തീബ് ഉണ്ടാകും, ഞാനുണ്ടാകും, കമ്മിറ്റിക്കാരുണ്ടാകും. പക്ഷേ ഈ മഹനീയമാകുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? 4 ഗുണങ്ങൾ അള്ളാഹു ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ അവൻ അൽഹംദുലില്ലാ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന 4-ൽ ഒരെണ്ണമെങ്കിലും നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ഏതാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, റസൂലുള്ളാഹി അതാ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ സഹാബത്തിനോട് പറയുകയാ, സഹാബാ 4 കാര്യങ്ങള് ആർക്കെങ്കിലും ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. സഹാബത്തതാ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഏതാണ് നബിയേ, ഏതാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആർക്കെങ്കിലും ഒരാൾക്ക് വാഹനമുണ്ടായാൽ അവന്റെ ജീവിതത്തിലുണ്ടല്ലോ സന്തോഷം തരുന്നതാ. ആർക്കെങ്കിലും ഒരാൾക്ക് വീടുണ്ടായാൽ അല്ലാഹു പടച്ച തമ്പുരാൻ സന്തോഷം തരുന്നതാ. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാ, ആർക്കെങ്കിലും ഒരാൾക്ക് ഖൈറായ ഭാര്യ ഉണ്ടായാൽ, ആർക്കെങ്കിലും ഒരാൾക്ക് ഖൈറായ ഭർത്താവ് ഉണ്ടായാൽ, സ്വാലിഹായ ഭർത്താവ് ഉണ്ടായാൽ, സ്വാലിഹത്തായ ഭാര്യ ഉണ്ടായാൽ അൽഹംദുലില്ലാ അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ. നാലാമതായി റസൂലുള്ളാഹി പറയുകയാ, ആ കെട്ടിയ ഭാര്യയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, ഖൈറായ ഭാര്യയെ വേണം ചെറുപ്പക്കാരാ, ഖൈറായ ഭർത്താവിനെ വേണം ചെറുപ്പക്കാരാ. എങ്ങനെയുള്ള ഭാര്യയെന്നറിയോ, എങ്ങനെയുള്ള ഭാര്യയെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ സന്തോഷം കടന്നു വരേണ്ടതാ. ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം കടന്നു വരേണ്ടതാ. എന്നാൽ അവൾ സ്വാലിഹത്തായ ഭാര്യയാണെന്ന് ഹബീബുനോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവാകുന്ന പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറയുന്ന 4 അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1, ഒരു വാഹനം. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വാഹനം. അപ്പം പണ്ട് കാലത്താണെങ്കിൽ ആ കാലത്തെ വാഹനം, ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു നല്ലൊരു വാഹനം എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? നമുക്കൊരു സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ വണ്ടിക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, കൈ നീട്ടേണ്ടി വരൂല. ഇപ്പൊ ചില ആളുകളൊക്കെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാകൂല, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വണ്ടി എന്നുണ്ടാകും, വാടകയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വണ്ടി എടുക്കും. അതെങ്ങാനും എവിടെയെങ്കിലും പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് വന്നാൽ നമുക്കന്ന് ഉറക്കം ഉണ്ടാകൂല. കാരണം എന്തേ, അവൻ ഇനി എന്തു പറയും റബ്ബേ, അവൻ ഇനി എന്നെ എങ്ങനെ കാണും റബ്ബേ, അവൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ല റബ്ബേ, ഞാൻ അവൻ എങ്ങനെ വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകും, നമുക്ക് എപ്പോഴും ഉണ്ടാകും. 2, നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ അത് വല്ലാത്ത സങ്കടമാണ്. അല്ലാഹുവേ, ഇവിടെ ആർക്കെങ്കിലും വീടില്ലാത്ത പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ സ്നേഹത്തിൽ പറയാ, ഈ വീടില്ലാത്തവര് വാഹനമില്ലാത്തവര് എങ്ങനെ ദുആ ചെയ്യണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വീടില്ലാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കപ്പോ, ധൈര്യത്തിൽ പൊക്കിക്കോ. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? സ്വന്തമായിട്ട് വീടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ഖൈറായ വീട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വീടില്ലാത്തവര്, വീടിന്റെ പണി നടക്കണവരെങ്ങനെയാ ദുആ ചെയ്യണ്ടേ?
ഈ ചില ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ഉസ്താദെ വീടില്ല, ഒരു 2 സെന്റെങ്കിലും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന സാധുക്കളുണ്ട്. മോനെ, നീ റബ്ബിന്റെ മുമ്പിൽ ഒരിക്കലും 2 സെന്റിന് വേണ്ടിയിട്ടല്ല ദുആ ചെയ്യണ്ടേ. റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ കരഞ്ഞിട്ട് പറയണം, അല്ലാ ചെങ്ങരംകുളത്തെ ടൗണിൽ 1 ഏക്കറെങ്കിലും നീ എനിക്ക് തരണേ അല്ലാ. കാരണം എന്തേ? റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്, കാലിയല്ല. റബ്ബിന്റെ ഖജനാവ് ഫെഡറൽ ബാങ്ക് അല്ല. അള്ളാഹ്ക്ക് എത്ര നൽകാനും കഴിയും. അപ്പൊ റബ്ബിനോട് ചോദിക്കുമ്പോ എത്രയും ചോദിച്ചാലും അത്രയും നിനക്ക് അള്ളാഹ് നൽകും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഓക്കെ, ആയിക്കോട്ടെ, അത് സാമ്പത്തികമായി അത് സമ്പത്തുള്ളവനേ ഉള്ളൂ ഉസ്താദെ, എന്നാൽ ഓക്കെ. 3, ഒരു സ്വാലിഹത്തായ ഭാര്യ എല്ലാവർക്കും വേണം, അല്ലേ? എങ്ങനത്തെ ഭാര്യ? ഈ സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ഭർത്താവ് നോക്കിക്കഴിഞ്ഞാൽ ആ പെണ്ണിലൂടെ സന്തോഷം കിട്ടുന്നവനായിരിക്കണം ഒരു ഭാര്യ എന്ന് പറയുന്നത്. ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഇപ്പൊ നമ്മള് ഈ ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, രാത്രി 12 മണിയായാലും വീട്ടിൽ പോകില്ല. ഈ നമ്മുടെ ഈ ചങ്ങരംകുളത്തുള്ള എല്ലാ കടയും അടച്ചിട്ട് അവർ വീട്ടിൽ പോകും. റേഷൻ കടയും പലരിക്കടയും ബേക്കറിയും കൂൾബാറും ഒക്കെ അടച്ച് അവിടെ ഇവിടെയൊക്കെ നിന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് സൊറയൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അവരോട് നമ്മൾ ചോദിച്ചു നോക്കണം, നമ്മുടെ ചങ്ങാതി എന്തടാ 10 മണിക്ക് വീട്ടിൽ പോകാത്തെ? കല്യാണം കഴിഞ്ഞില്ലേ? ഉസ്താദെ, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മോന്ത കാണുമ്പോൾ തന്നെ പെരുവരലിൽ ഇങ്ങനെ കയറി ഉസ്താദെ എന്ന് പറയുന്ന ചില സഹോദരങ്ങളുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഒരു സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന് എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. 4, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ആ ഭാര്യയിലൂടെ ഒരു സ്വാലിഹയായ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അതിലും എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷമുണ്ട്, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും പെണ്ണ് കെട്ടിയേ പറ്റും, എന്തായാലും പെണ്ണ് കെട്ടിയേ പറ്റൂ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, കരഗതമാക്കണോ? സ്വർഗം വേണോ? ജന്നാത്തുൽ ഫിർദൗസ് വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സ്വഹാബാ നിക്കാഹ് ചെയ്യേണ്ടതാ. നിക്കാഹ് എന്ന് പറയുന്നത് അതെന്റെ സുന്നത്തിൽ പെട്ടതാ. ചില ചെറുപ്പക്കാര് പറയുമല്ലോ, ഉസ്താദേ കല്യാണം വേണ്ട, പെണ്ണു വേണ്ട, കുടുംബം വേണ്ട, ജീവിതം വേണ്ട, മക്കള് വേണ്ട എന്ന് പറയുന്നവരോട് പറയുകയാ, സ്വർഗമില്ലടാ, സ്വർഗമില്ലടാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലത്തിലേക്ക് കടക്കണമെങ്കിൽ കല്യാണം കഴിക്കണം മോനെ, പെണ്ണ് കെട്ടണം മോനെ, നിക്കാഹ് ചെയ്യണം മോനെ. നാദാ സൗഭാഗ്യം തരണേ അല്ലോ, കബൂലാക്കണേ അല്ലാ. എന്നിട്ടതാ റസൂലുള്ള ചോദിക്കുകയാ, മദീനയുടെ പള്ളിയിലേക്ക് കടന്നു വരികയാ. റസൂലുള്ള പറയുകയാ, സഹാബാ കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണോ? ആനന്ദം വേണോ? ആഹ്ലാദം വേണോ? സമാധാനം വേണോ? ഇസ്സത്ത് വേണോ? അനുഗ്രഹങ്ങൾ വേണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, 4 കാര്യങ്ങള് ആരെങ്കിലും ഒരാള് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, കുടുംബ ജീവിതത്തില് ദമ്പതിമാരുടെ ഇടയില്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. റസൂലുള്ള ചോദിച്ചു, സഹാബ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണോ? അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷം വേണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 4 കാര്യങ്ങൾ. ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒരാളുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചോ. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും, സന്തോഷം നൽകും. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സ്നേഹത്തിൽ പറയാ, ഈ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കറിച്ചട്ടി പോലെ, ഒരു എൻ്റെ പ്രിയപ്പെട്ടവരെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം പോലെ. കാരണം എന്തേ? അത് താഴെ വീണ ഒന്നൊടയും എന്ന് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു കറിച്ചട്ടി പോലെ. ചില സമയത്ത് നടക്കും, ചില സമയത്ത് സ്നേഹം ഉണ്ടാകും, ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തേ പൊന്നെ എന്നൊക്കെ വിളിക്കും, ചില സമയത്ത് വേറെ മായിന്തായൊക്കെ ചേർത്ത് നമ്മൾ വിളിക്കാറുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ എപ്പോഴും സന്തോഷം വേണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, 4 കാര്യങ്ങൾ
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം അല്ലേ. പിന്നെ സ്നേഹത്തിൽ പറയാ, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളെയും കൊണ്ടുവരാൻ പാടില്ല. മൂന്നാമതായി ഒരാൾ കടന്നു വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും. ഉമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഉമ്മാക്ക് കൊടുക്കണം, ഉമ്മാക്ക് കൊടുക്കേണ്ട ബഹുമാനം ഉമ്മാക്ക് കൊടുക്കണം, വാപ്പാക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും വാപ്പാക്ക് കൊടുക്കണം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും ആർക്ക് കൊടുക്കണം? ഭാര്യയ്ക്ക് കൊടുക്കണം അല്ലേ. 18 വയസ്സാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നമ്മുടെ കൈ പിടിച്ചിട്ട് നിക്കാഹിന്റെ സിയ ചൊല്ലിയിട്ട് നമ്മുടെ കൈ പിടിച്ചേൽപ്പിക്കണത് ആ ചങ്ങാതിക്ക് പൈസ ഇല്ലാനായിട്ടൊന്നുമില്ല, അവർക്ക് വീടില്ലാനായിട്ടല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സൗകര്യം ഇല്ലാനായിട്ടൊന്നുമില്ല. എൻ്റെ പൊന്നുമോൾക്ക് 18 വയസ്സായി, അവൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുന്നതാ. ഈ ചില ചങ്ങാതിമാരുണ്ട് സ്വന്തം ഭാര്യയെ തല്ലുന്ന ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ല. എന്നോടൊരു സഹോദരി പറഞ്ഞ, ഉസ്താദെ എൻ്റെ ഭർത്താവ് എന്നെ എപ്പോഴും തല്ലു ഉസ്താദെ, എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാ ഉസ്താദെ, എന്നെ എപ്പോഴും ഇടിക്കൂ ഉസ്താദെ, എൻ്റെ വാപ്പാക്ക് വിളിക്കൂ ഉസ്താദെ, എന്നെ 18 വയസ്സ് വരെ എന്നെ പൊന്നുപോലെ നോക്കി എൻ്റെ വാപ്പ ഖബറിലാ ഉസ്താദെ, എന്നോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉസ്താദെ. എൻ്റെ വാപ്പ ICUവിൽ സുഖമില്ലാതെ കിടന്ന സമയത്ത് എൻ്റെ വാപ്പയെ പരിചരിക്കാൻ വേണ്ടി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചപ്പോ എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാ, കള്ളു കുടിച്ചിട്ട് എൻ്റെ തലക്ക് നോക്കി അടിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ഭർത്താവ് ഉസ്താദെ എന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട്. നേരെ തിരിച്ചു പറയുന്നവരുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദെ എൻ്റെ ഭാര്യ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ എന്താ പ്രശ്നം? ഉസ്താദെ എൻ്റെ ഭാര്യ എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ് ഉസ്താദെ, എപ്പോഴും പ്രയാസം ഉസ്താദെ, ഞാനുമായിട്ട് എപ്പോഴും വഴക്ക ഉസ്താദ് എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്യുമോ? ചെയ്താൽ അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ഇപ്പോൾ ഒരുപാട് ഉമ്മമാർ വെറുതെ ഇട്ടിട്ട് എന്തോ ഫെസ്റ്റിനൊക്കെ പോകണുണ്ട്. നിങ്ങളുടെ മഹലിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ ഇരിക്കണം താത്തമാർ എന്ത് ചെയ്യണം? അവരെ നാളെ കാണുമ്പോൾ കുടുംബശ്രീയൊക്കെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? ഉസ്താദ് ഇന്നലെ വന്നിട്ട് 4 കാര്യം പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടാകും സന്തോഷം ഉണ്ടാകും. ഒന്ന്, എഴുതി വെക്കാൻ പറ്റുന്നവർ എഴുതി വെച്ചോ, പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെച്ചോ, കാരണം ഉപകാരപ്പെടുന്ന അറിവാ അല്ലേ. ഇപ്പം എന്നോടൊരു ഒരാൾ പറഞ്ഞ, ഉസ്താദെ ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിന്റെ മാഹാത്മ്യം പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമില, പക്ഷെ ഏറ്റവും കൂടുതൽ തൊലാക്ക് നടക്കുന്നത് എവിടാ? പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമില. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ അല്ലേ. മദ്രസയിലൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വിടാൻ പറ്റുന്നിടത്തോളം നമ്മൾ പഠിപ്പിച്ചു, പക്ഷേ അവരാരും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അള്ളാഹുവെ പഠിക്കാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഒന്ന്, കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഏതാ? റസൂലുള്ള പറയുന്നു, ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ കുടുംബജീവിതത്തിൽ സന്തോഷം വേണോ, ആനന്ദം വേണോ, റാഹത്ത് വേണോ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഏതെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോ ആത്മാർത്ഥമായ സ്നേഹമുണ്ടല്ലോ, കടന്നു വരേണ്ടതാ എന്നാൽ കുടുംബജീവിതത്തില് അല്ലാഹു പടച്ച തമ്പുരാൻ സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. കപട സ്നേഹം പാടില്ല. ഭാര്യയോട് സ്നേഹിക്കുന്നവരെ, ഭർത്താവിനെ സ്നേഹിക്കുന്നവരെ കപട സ്നേഹം പാടില്ല. അവരോട് സ്നേഹം വെക്കുമ്പോ നല്ല രീതിയിൽ നിങ്ങൾ സ്നേഹിക്കേണ്ടതാ. സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ ഭാര്യയോട് കടന്നു ചെന്നുകൊണ്ട് പറയേണ്ടതാ. ബിസിനസ്സിന് തകർച്ച വരുമ്പോ, ജോലിയിൽ സന്തോഷമില്ലായ്മ വരുമ്പോ, പടച്ചവനെ മനസ്സിനൊരു ഇടങ്ങേറ് വരുമ്പോ ഭാര്യയുടെ മടിയിൽ കിടന്നുകൊണ്ട് സന്തോഷം പറയേണ്ടതാ. എന്നാൽ അവരോട് കപട സ്നേഹം കാണിക്കുന്നവരാരാ? ഭർത്താവതാ, ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവാ. എന്നാൽ ഭാര്യ അറിയാതെ വേറെ ഒരു പെണ്ണുമായി ബന്ധമുള്ള ഭർത്താവാ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണാ. എന്നാൽ ഭർത്താവ് വിദേശ രാജ്യത്ത് പോകുമ്പോ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാലെ കയറിയിരുന്നു കൊണ്ട് ഓടുന്നവരെ, നടക്കുന്നവരെ, കറങ്ങുന്നവരെ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, കുടുംബജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകൂലോ, സന്തോഷം നൽകൂല, ആനന്ദം നൽകൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതാ. റസൂലുള്ളാഹിയുടെ ചരിത്രം
ചരിത്രം അറിയോ? ഒരിക്കലതാ റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവര് ജോലി കഴിഞ്ഞിട്ട് പ്രബോധനം കഴിഞ്ഞിട്ട് ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി അതാ വീടിന്റെ വാതിക്കലുണ്ടല്ലോ തളർന്നുകൊണ്ട് ഉറങ്ങുകയാ. റസൂലുള്ള ആയിഷ ബീവിയുടെ ചാരത്ത് വരുമ്പോ ആയിഷ ബീവിയുടെ കയ്യില് ഒരു മൈദയുടെ മാവ്, ഒരു ഗോതമ്പിന്റെ മാവ് കയ്യിലതാ ഇരിക്കുകയാ. റസൂലുള്ള ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് ആ മാവുണ്ടല്ലോ എടുക്കുകയാ. റസൂലുള്ള അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടാ ഗോതമ്പിന്റെ പത്തിരിയുണ്ടല്ലോ, റൊട്ടിയുണ്ടല്ലോ ചുടുകയാ, ഉണ്ടാക്കുകയാ. എന്നിട്ടതാ സ്വാദുള്ള ഭക്ഷണമുണ്ടല്ലോ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാ. ആയിഷ ബീവിയുടെ ചാരത്ത് ചെല്ലുകയാ. ഉറങ്ങുന്ന ആയിഷ ബീവിയെ റസൂലുള്ള മെല്ലെ മെല്ലെ വിളിക്കുകയാ. അസ്സലാമു അലൈക്കും യാ ആയിഷ. ആയിഷ ബീവി സലാം അടക്കുകയാ. സലാം അടക്കുമ്പോ റസൂലുള്ള കയ്യിലിരിക്കുന്ന പത്തിരിയുണ്ടല്ലോ ആയിഷ ബീവിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാ. ആയിഷ ബീവി ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് വിളിച്ചൂടെ നബിയേ? ഞാൻ ഉണ്ടാക്കി തരുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് എന്തിനാണ് നബിയേ അടുക്കളയിലേക്ക് കയറിയത്? റസൂലുള്ള പറയുകയാ, കുഴപ്പമില്ല ആയിഷ, നീ ഉറങ്ങുന്നത് കണ്ടപ്പോ നിന്നെ ഉണർത്താൻ തോന്നിയില്ല ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് പത്തിരിയുടെ കഷണമുണ്ടല്ലോ ആയിഷ ബീവിയുടെ വായിലേക്ക് എടുത്തു വെക്കുകയാ. എന്നതാ ചരിത്രം പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ അവരെ സഹായിക്കാൻ കഴിയേണ്ടതാ. അവരോട് ആത്മാർത്ഥമാകുന്ന സ്നേഹമുണ്ടല്ലോ ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. റബ്ബേ, നിറഞ്ഞിരിക്കുന്ന പാവങ്ങളുടെ കുടുംബ ജീവിതത്തിൽ റസൂലുള്ളാഹിയുടെ കുടുംബത്തിന്റെ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ആത്മാർത്ഥമാകുന്ന സ്നേഹം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകണം. ഇന്നില്ലാതെ പോണതും അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു 10 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ പറയടാ ചങ്ങാതി, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കെട്ടിയ പെട്ട് ഒളിച്ചോടിപ്പോയി. എന്താ പറഞ്ഞേ? എൻ്റെ വീടിൻ്റെ അകത്ത് എൻ്റെ ഉമ്മ പറയും, ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കെട്ടിയ പെണ്ണ് ഒളിച്ചോടിപ്പോയി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലേ? ഇന്ന് 18 വയസ്സുള്ള സഹോദരിമാരല്ല ഒളിച്ചോടുന്നത്. ഏറ്റവും കൂടുതൽ ഒളിച്ചോടുന്നതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും 35 വയസ്സുള്ള ഉമ്മ, 40 വയസ്സുള്ള ഉമ്മ, 50 വയസ്സുള്ള വല്യുമ്മ. കാരണം എന്തേ? കൂടെ കിടക്കണ ഭർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ചങ്ങാതി പുറകിലൂടെ സ്നേഹം തരുമ്പോൾ അവരുമായി ഒളിച്ചോടുന്നവർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. അതാ പറയണേ, ആത്മാർത്ഥപരമാകുന്ന സ്നേഹം ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും എന്തുണ്ടാകൂല? ഒരു പ്രയാസവും ഉണ്ടാകൂല. ഞാൻ സ്നേഹത്തിൽ പറയാ, നമ്മുടെ ഉമ്മമാര് ഈ റമദാൻ മാസത്തിലൊക്കെ കഷ്ടപ്പെടും അടുക്കളയിലിരുന്നിട്ട്. അല്ലേ? നമ്മള് പള്ളിയിൽ വന്നിട്ട് പറയും, ഉസ്താദെ, പള്ളിയിൽ എത്ര ഉസ്താദന്മാരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു റമദാന് 10 ഉസ്താദെ വീട്ടിൽ നോമ്പ് തുറക്കാം. മുത്തലിമികളെയും വിളിക്കും, പരിപാലകരെയും വിളിക്കും, നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കും. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ രാവിലെ പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ചങ്ങരംകുളത്ത് പോയിട്ട് സാധനം മേടിച്ചിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്താൽ മതി. ചില ആളുകളുടെ വിചാരം ഭാര്യ ഒരു യന്ത്രമാണെന്നാ, ഭാര്യ റോബോട്ടാണെന്നാ ചില ആളുകളുടെ വിചാരം. അവരുടെ കയ്യിൽ കൊണ്ട് സാധനം കൊടുക്കുമ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ച് വൈകിട്ട് ഇങ്ങനെ തരും. നമ്മൾക്ക് എന്താ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ചില ചങ്ങാതിമാരുണ്ട്, കൂട്ടുകാരുടെയും ഉസ്താദുമാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഡയലോഗ് അടിക്കും, ഉപ്പ് കുറവാ അല്ലെ മുളക് കൂടുതല എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹമില്ലാത്ത വർത്താനം ആരുടെ മുമ്പിൽ വെച്ച് പറയും, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയും. പാടില്ല മോനെ, ഭക്ഷണം എത്ര കൊള്ളത്തില്ലെങ്കിലും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഭാര്യമാരെ ഇകഴ്ത്താൻ പാടില്ല. അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ട് തരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് ഉപ്പ് കൂടാം, ഉപ്പ് കുറയാം, ചിലപ്പോൾ മധുരം കൂടാം, മധുരം കുറയാം, ചിലപ്പോൾ എരിവ് കുറയാം. പക്ഷെ അത് പബ്ലിസിറ്റി ചെയ്ത് പബ്ലിക്കായിട്ട് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല, കൊള്ളില്ലെന്ന്. അത് നമ്മൾ കിടപ്പറയിൽ നമ്മുടെ ഭാര്യ വന്ന് അടുത്തിരിക്കുമ്പോൾ അവളോട് പറഞ്ഞു കൊടുക്കണം, ഇന്നുണ്ടാക്കിയതിൽ ഇത്തിരി കൂടിപ്പോയി, ഇത്തിരി എരിവ് കൂടിപ്പോയി, ഇത്തിരി ഉപ്പ് കൂടിപ്പോയി, ചായക്ക് ഇച്ചിരി മധുരം കൂടിപ്പോയി. അത് ആമിന
എന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ ഏത് പെണ്ണും നാളെ നല്ല ചായ ഉണ്ടാക്കി തരും, ഇല്ലെങ്കിൽ വിമ്മ് കലക്കി തരും. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം ഞാൻ പറയണത് സ്നേഹമുണ്ടാകണം അല്ലേ. ഈ ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ബിസിനസ് തകർച്ചയില്ല ഉസ്താദെ, സങ്കടമാ ഉസ്താദെ, പ്രയാസമാ ഉസ്താദെ. ഞാൻ പറയാ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സങ്കടം പറയേണ്ടത് ആരോടാ? ഭാര്യയോടാ. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഏതാ? അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കണമല്ലോ. റസൂലുള്ളാഹിയുടെ ജീവിതമാ, റസൂലുള്ളാഹിയുടെ ജീവിതം എന്റെ പ്രിയമുള്ളവര് ഓരോ മുസൽമാനും ആവേശമാ. റസൂലുള്ളാഹി ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഏതാ? ഖദീജ ബീവിയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നിബിതങ്ങളെക്കാൾ വയസ്സുമൂത്ത പെണ്ണ, റസൂലുള്ളാഹിയേക്കാൾ വയസ്സുമൂത്ത ഭാര്യ ഖദീജ ബീവി എന്നെ പ്രിയമുള്ളവരെ ചരിത്രം പറയുമ്പോ നാദാ ഖദീജ ബീവിയുടെ പൊരുത്തം കുരുത്തൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തരണ അല്ലാ, കബൂലാക്കണ അല്ലാ. ആദരവാകുന്ന പ്രവാചകനതാ സങ്കടം വരുമ്പോ, റസൂലുള്ളാഹിക്ക് സന്തോഷം വരുമ്പോ, റസൂലുള്ളാഹിക്ക് ആനന്ദം വരുമ്പോ, റസൂലുള്ളാഹിക്ക് എന്റെ പ്രിയമുള്ളവരെ നൊമ്പരങ്ങൾ വരുമ്പോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക്, റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ ഖദീജ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിയോട് ഖദീജ ബീവിയതാ സമാധാനത്തിന്റെ വാക്കുകൾ പറയുമ്പോ റസൂലുള്ളാഹിക്ക് ആനന്ദമാ, സന്തോഷമാ. ഒരു ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ. അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് ആർസൂർ ഗുഹയുടെ അകത്തിന്റെ പ്രിയമുള്ളവരെ ഇരിക്കുമ്പോ ജിബ്രീലതാ കടന്നു വരികയാ. റസൂലുള്ളാഹി തങ്ങളെന്റെ പ്രിയമുള്ളവര് ആർസൂർ ഗുഹയുടെ അകത്തതാ ഇരിക്കുമ്പോ ജിബ്രീലതാ കടന്നു വരികയാ. ആയത്തുകളായി കടന്നു വരികയാ, ഖുർആനിന്റെ വചനങ്ങളായി കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ് ഓതണം നബിയേ, പാരായണം ചെയ്യണം നബിയേ. റസൂലുള്ള പറയുകയാ, എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല. ജിബ്രീലതാ ചിറകുകൾ വിടർത്തിയിട്ട് റസൂലുള്ളയെ കെട്ടിപ്പിടിക്കുകയാ. ഓതണം നബിയേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകളുണ്ടല്ലോ, ഓതണം നബിയേ, പാരായണം ചെയ്യണം നബിയേ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, പടച്ചവനെ പേടിക്കുകയാ, പടച്ചവനെ വിറങ്ങലിക്കുകയാ, പടച്ചവനെ വിയർക്കുകയാ. വല്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ. ജിബ്രീലതാ തിരിച്ചു പോകുമ്പോ ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ ഖദീജ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. ആ പുതപ്പം എടുക്കണേ, എന്റെ ശരീരത്തിലേക്കൊന്ന് മൂടണേ. റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവര് ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോ ഖദീജ ബീവിയതാ തന്റെ കരങ്ങൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ തലയിലുണ്ടല്ലോ മൂടുകയാ, തടവുകയാ. സങ്കടപ്പെട്ട റസൂലുള്ളാഹിയുടെ മനസ്സുണ്ടല്ലോ, സങ്കടപ്പെട്ട റസൂലുള്ളാഹിയുടെ ഹൃദയമുണ്ടല്ലോ, സന്തോഷത്തോടുകൂടി ഉണർന്നെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാ, ബിസിനസ്സിൽ തകർച്ച വന്നാൽ, ബിസിനസ്സിൽ ഇടങ്ങേറുകൾ വന്നാൽ, ജോലിയിൽ സന്തോഷമില്ലെങ്കിൽ മോനെ ഭാര്യയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവരോട് സങ്കടങ്ങൾ പറയേണ്ടതാ. എന്നാൽ റസൂലുള്ള പറയുകയാ, അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ള ഖദീജ ബീവിയുടെ മടിയിൽ വന്ന് കിടക്കും. റസൂലുള്ളാഹിയുടെ തലയിലെ മുടിയില് ഖദീജ ബീവി എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തലോടി കൊടുക്കുമെന്ന് ജീവിതം സാക്ഷിയാക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, നമുക്ക് എന്ത് സങ്കടങ്ങളും എന്ത് വേദനകളും എന്ത് നൊമ്പരങ്ങളും വന്നാലും നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മൾ ഭാര്യയോടും ഭർത്താവിനോടും ഷെയർ ചെയ്യാൻ പഠിക്കണം അല്ലേ. ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരോട് പറയാൻ ഭയങ്കര പേടിയാ.
ഭർത്താക്കന്മാരോട് പറയാൻ ഭയങ്കര പേടിയാ. ചില ഭർത്താക്കന്മാർ ഭയങ്കര കർശനം, മറ്റേ ഈ പട്ടാളക്കാരെ പോലെ ഭയങ്കര കർശനമാകുന്ന ചിട്ടകളാ വീടിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരണം. പക്ഷെ കിടപ്പറയിലെങ്കിലും അവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ സൗകര്യവും സ്വസ്ഥതയും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയണം. അങ്ങനെ ആത്മാർത്ഥമായി ആരെങ്കിലും ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. അല്ലേ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? പൈസയുടെ വിഷയത്തില. എന്തിന്റെ വിഷയത്തില? പൈസയുടെ വിഷയത്തില. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരു ദിക്റ് പറഞ്ഞു തരാം. ചൊല്ലുവോ? സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ ചൊല്ലുവോ? ഉറപ്പാന്നോ? ചൊല്ലുവോ? ഇൻഷാ അല്ലാഹ്. ഇപ്പോ ഈ പെരുന്നാളൊക്കെ വരുമ്പോ ചില ഭാര്യമാര് പറയും, ഇക്ക എനിക്ക് 20,000 ബർദ വേണം. ഇപ്പൊ നിങ്ങൾ ചെങ്ങരംകുളംകാർക്ക് 20,000 ബർദ കേട്ട് പരിചയം ഉണ്ടാകൂല. കാസർഗോഡ് മംഗലാപുരത്തൊക്കെ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും 25,000 40,000 മുത്തു വെച്ച ബർദ എന്തുണ്ട് ഇന്നും വിപണിയിലുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭാര്യ പറയും, അച്ഛാ ഇച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എനിക്ക് 40,000 ബർദ വേണം. ഭർത്താവ് എങ്ങനെ കൂട്ടിയിട്ട് മാസം വരുമാനം 18,000 ഉള്ളൂ. എന്താ പറയണേ? ഭർത്താവ് എങ്ങനെ വരുമാനം കൂട്ടിയിട്ട് മാസം 18,000 ഉള്ളൂ. ആ ചങ്ങാതി പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു, എന്നിട്ട് ഭാര്യയ്ക്ക് വസ്ത്രം എടുത്തു കൊടുക്കേണ്ട അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ, ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? തൃപ്തിപ്പെടാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഈ ഭർത്താക്കന്മാര്, നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് വേറെ ആർക്കുമല്ല, നിങ്ങളുടെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ചില ആളുകളുണ്ട് കഷ്ടപ്പെടുന്നത് വല്ലവന്റെ ഭാര്യയ്ക്കും വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്തേ? ഭാര്യ വീട്ടിലുണ്ട്, അപ്പുറത്തെ താത്താനെ വളച്ചെടുക്കും. എന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കണക്കാട്ടി സ്നേഹം ആർക്കും കൊടുക്കും? അപ്പുറത്തെ ലൈലാത്താക്കും ആമിനാത്താക്കും കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല. ഏറ്റവും കൂടുതൽ സ്നേഹവും അവർ ഇഖ്ലാസുള്ള സ്നേഹം ആർക്കാ കൊടുക്കണ്ടേ? നിന്റെ ഭാര്യയ്ക്കാ കൊടുക്കണ്ടേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചില ചങ്ങാതിമാരൊക്കെ വാതിന്റെ സദസ്സിൽ വന്നിട്ട് കുറിപ്പെഴുതി തരും. എന്താ ഉസ്താദേ, ഇന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരാ? കാമുകിയ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഹീമ നൽകട്ടെ. സ്വന്തം ഭാര്യയെ നോക്കൂ? ഇല്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാം, അപ്പൊ നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാ. അല്ലേ? ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ചില പാവങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ചില ഓട്ടോറിക്ഷക്കാർ വരുമ്പോൾ അവരിങ്ങനെ വരുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തിട്ട് പള്ളിയിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ എണ്ണി നോക്കും. 50, 100, 500 ഇങ്ങനെ എണ്ണി നോക്കും. കാരണം എന്തേ? അവർ നോക്കുന്നത് അന്നത്തെ ചെലവിനുള്ള പൈസ ആയൊന്ന്. അല്ലേ? അത് ഓട്ടോ ജോലിക്കാരാണെങ്കിലും തെങ്ങിൽ കയറുന്നവരാണെങ്കിലും പള്ളിയിലെ ഖത്തീബാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ഏറ്റവും വലുത് അവരുടെ ഭാര്യയും മക്കളുവാ. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ഒരു ചെറിയ ദിക്ർ നിങ്ങൾ ചെല്ലണം. ചെല്ലുവോ? നിങ്ങൾ തഴവ ഉസ്താദ് കേട്ടിട്ടുണ്ടോ? തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് എഴുതി ഒരു കത്തെഴുതി. ഇവിടെ ഇരിക്കണം നിങ്ങളൊക്കെ ഭാര്യമാർക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരായിരിക്കും. ഇവിടെ ഒരുപാട് പ്രായമുള്ള വാപ്പന്മാരാ, വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടാകും. നിങ്ങളൊക്കെ ആയ കാലത്ത് ഗൾഫിൽ നിന്ന് കത്തെഴുതിയവരുണ്ടാകും. ബോംബെയിലും മുംബൈയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഭാര്യമാർക്ക് കത്തെഴുതിയവരുണ്ടാകും. ആ കത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഭാര്യമാർക്ക് ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ തഴവ ഉസ്താദ് പറഞ്ഞു, പെണ്ണേ, ഈ ഒരു ദിക്ർ നീ ചൊല്ലിയിട്ട് കിടക്കണം. എന്താ പറയണേ? ഈ ഒരു ദിക്ർ നീ ചൊല്ലിയിട്ട് കിടക്കണം. ഇത് നാട്ടിൽ മുഴുവനും പാട്ടായി. കാരണം എന്തേ? നാട്ടുകാർക്ക് ഉപകാരപ്പെടും. ഏതാ ദിക്ർ? ഏതാ? സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ. അല്ലെ? പൈസ കിട്ടിയാലേ ഭാര്യക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ബർദ എടുത്തു കൊടുക്കാൻ പറ്റൂ. അല്ലെ? ചോറ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ, ഭക്ഷണം കൊടുക്കാൻ കഴിയൂ. ഏതാ ദിക്ർ? ഏതാ? തഴവ ഉസ്താദ് പറയുകയാ, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അവന്റെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. അതിനൊരു ശക്കുമില്ല. ശക്കെന്ന് പറഞ്ഞാൽ സംശയം. അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സംശയിക്കാൻ പാടില്ല, ചിട്ട തെറ്റിപ്പോകാൻ പാടില്ല.
അലസതയാലൊഴിക്കരുതേ. നിങ്ങളുടെ ജോലി തിരക്കും മൂലം, നിങ്ങളുടെ ജോലി മൂലം, നിങ്ങളുടെ എന്തെങ്കിലും അലസത മൂലം, നിങ്ങളെൻ്റെ മടി കാരണം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ദിക്ർ ഒരിക്കലും മുടക്കാൻ പാടില്ല. ഒരു ദിവസം 313 ചൊല്ലിയാൽ പിറ്റേ ദിവസം 313 ചെല്ലണം. ഒരു ദിവസം 33 ചൊല്ലിയാൽ പിറ്റേ ദിവസം 33 ചെല്ലണം. അങ്ങനെ കൃത്യമായി ആരാണോ ചൊല്ലുന്നത് അവന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. അപ്പൊ ചൊല്ലൂലേ ലാ ഹൗല, ഏതാ വവ്വാലല്ല, ലാ ഹൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് ചൊല്ലണം. ഇനി ചില ആളുകളുണ്ട് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നാളെ ഖതീബ് ഉസ്താദ് ഖുദവി ഉസ്താദ് ചോദിക്കും, ഉസ്താദെ ഒരു 313 തസ്ബീഹ് മാല തരുമോ? ഉസ്താദ് കൊടുക്കും. ഓ നന്നായി. അങ്ങനെ ഒന്നേ കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യും? പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഉമ്മറത്തിരുന്നിട്ട് എന്ത് ചെയ്യും? ഒരു 313 ലാ ഹൗല ചൊല്ലും. ലാ ഹൗല ചൊല്ലിയിട്ട് ഈ ചങ്ങാതി എന്ത് ചെയ്യും? ജോലിക്കൊന്നും പോകില്ല, മാറിക്കിടന്നുറങ്ങും. ആമിനാത്ത വന്നിട്ട് ചോദിക്കും, ഭാര്യ വന്നിട്ട് ചോദിക്കും, ഇക്ക പണിക്ക് പോണില്ലേ? അപ്പം ഭർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, മോളെ ഇന്നലെ വന്ന് ഉസ്താദ് പറഞ്ഞായിരുന്നല്ലോ ലാ ഹൗല ചൊല്ലിയാൽ പൈസ കിട്ടുമെന്ന്, അതുകൊണ്ട് ഞാനിനി പണിക്കൊന്നും പോണില്ല. ജിബ്രീൽ പൈസ കൊണ്ട് തരുമെന്നാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കട്ടെ. ലാ ഹൗല ചൊല്ലുകയും വേണം, പണിക്കും പോകണം. അപ്പം എന്തുണ്ടാകും? പൈസ ഉണ്ടാകും. അതാ പറയണേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് ആർക്കും വേണം? ഭാര്യയ്ക്കും വേണം, ഭർത്താവിനും വേണം. ഈ ചില ഭർത്താക്കന്മാരൊക്കെ പറയുന്നൊരു പരാതി, ഉസ്താദെ ഞാൻ നല്ലൊരു ചുരിദാർ മേടിച്ചു കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു ഉസ്താദെ, പക്ഷെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഉസ്താദെ. അല്ലേ? ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് അടച്ച കട തുറപ്പിച്ചിട്ട് പച്ച ചുരിദാർ എടുത്തോണ്ട് ഭാര്യയ്ക്ക് കൊടുത്തപ്പോ ഭാര്യ പറയാ ചുവപ്പ് മതിക്കാന്ന്. പിറ്റേ ദിവസം ഈ ചങ്ങാതി ചുവപ്പ് കൊണ്ട് കൊടുത്തിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ഭാര്യ പറയാ ഇത് ഇച്ചിരി ലൂസായിക്ക, ഇത്തിരി ടൈറ്റ് ആക്കണം. അങ്ങനെ തൃപ്തിയില്ലാത്ത ഭാര്യമാരുണ്ട്. ഒരിക്കലും പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തു കൊടുത്താലും അൽഹംദുലില്ലാഹ് പറയാനുള്ളൊരു മനസ്സ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകണം. അതാ പറയുന്നത്, ആത്മാർത്ഥപരമാകുന്ന സ്നേഹം കുടുംബജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, അവരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. അല്ലെ? സ്വന്തം ഭാര്യ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, സ്വന്തം ഭർത്താവ് ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോൾ ആരും അറിയാതെ വാട്സപ്പിൽ കാമുകിക്ക് മെസ്സേജ് അയക്കണ കാലഘട്ടം പാടില്ല. അതിന്റെ പ്രിയപ്പെട്ടവരെ, കപട സ്നേഹമാ അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, കപട സ്നേഹം പാടില്ല. എന്നാൽ അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകൂല, സന്തോഷം തരൂല, റാഹത്ത് തരൂല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഒന്നാമത്തതാണെങ്കിൽ രണ്ടാമത്തേതാ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, എന്ത് ലഭിച്ചാൽ, എന്ത് കൊണ്ടുവന്നാൽ ഒരു ഭാര്യയുണ്ടല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് എന്ത് വാങ്ങിച്ചു തന്നാൽ, എന്ത് വസ്ത്രം വാങ്ങിച്ചു തന്നാൽ, എന്ത് വണ്ടി വാങ്ങിച്ചു തന്നാൽ, എന്ത് ഭക്ഷണം വാങ്ങിച്ചു തന്നാൽ, ഏതെങ്കിലും ഒരു ഭാര്യയുണ്ടല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അവന്റെ കുടുംബ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, ഭർത്താവിന്റെ വരുമാനമുണ്ടല്ലോ, ഭർത്താവിന്റെ ജോലിയുണ്ടല്ലോ, ഭർത്താവിന്റെ സമ്പത്തുണ്ടല്ലോ, മനസ്സിലാക്കേണ്ടതാ. എത്രയോ ഭാര്യമാരാ ഒരു പെരുന്നാൾ വരുമ്പോ ഭർത്താവിന് 10,000 ശമ്പളം, ഭർത്താവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, 10,000 വിലയുള്ള ഭർത്ത വേണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങന്മാരോട് പറയുകയാ, മഅദല്ലാഹ്, പാടില്ല, പാടില്ല. ഭർത്താവിന്റെ വരുമാനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഭാര്യയും മക്കളും ഉണ്ടല്ലോ, മനസ്സിലാക്കേണ്ടതാ, അറിയേണ്ടതാ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, എന്ത് കിട്ടിയാലും, എന്ത് ഭർത്താവ് തന്നാൽ, കുടുംബ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന കുടുംബിനിയാണെങ്കിൽ, എന്ന് പറയുന്ന കുടുംബനാഥനാണെങ്കിൽ, അവരുടെ ദാമ്പത്തിക ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. നാദാ, ഇവിടെ ഇരിക്കുന്ന പാവങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യങ്ങള് കൊടുക്കണേ അല്ലോ, കബൂലാക്കണേ അല്ലാ. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയുന്ന ഭാര്യയാണെങ്കിൽ,
എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയുന്ന ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, ഭർത്താവിന്റെ വരുമാനം എപ്പോഴും ഭാര്യ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? ഒരിക്കല് ഒരു മഹാനവറുകളോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകൻ വന്നിട്ട് ചോദിച്ചു, തങ്ങളെ, എനിക്ക് എൻ്റെ വാപ്പയോട് സ്നേഹമില്ല. എന്താ പറഞ്ഞേ? എനിക്ക് എൻ്റെ വാപ്പയോട് സ്നേഹമില്ല. ചില മക്കളുണ്ട് സ്വന്തം വാപ്പാനെ ദജ്ജാലിനെ പോലെ കാണുന്ന ചില മക്കളുണ്ട്. സ്വന്തം വാപ്പാനെ ടിപ്പർ ലോറിയുടെ മുമ്പിൽ കിട്ടി ഇടിച്ചു കയറ്റണ ചില മക്കളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ, ഒരാൾ വന്നിട്ട് ഒരു മഹാനവറുകളോട് ചോദിച്ചു, തങ്ങളെ, എൻ്റെ വാപ്പയോട് എനിക്ക് സ്നേഹമില്ല. അന്ന് ആ മഹാനവറുകൾ പറഞ്ഞു, വാപ്പയോട് സ്നേഹം വേണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം വാപ്പയുടെ ജോലി നീ മനസ്സിലാക്കണം. എന്താ പറഞ്ഞേ? വാപ്പയുടെ ജോലി മക്കൾ എന്നും മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ള പറയുന്നു, ആ പ്രിയപ്പെട്ട പ്രിയതമന്റെ വരുമാനം ആരാണോ മനസ്സിലാക്കുന്നത്, ആ ഭർത്താവ് എന്തുകൊണ്ട് വന്നാലും അൽഹംദുലില്ലാ പറയുന്നവരാരാണോ ഉള്ളത്, അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതാ പറയണേ, ഒരു വസ്ത്രം, അല്ലെ, നമ്മുടെ ഭർത്താക്കന്മാര് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ബർദ നിനക്ക് മേടിച്ചു കൊണ്ട് വരുമ്പോ അത് കൊള്ളില്ലെങ്കിലും ആദ്യ തവണ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അവര് വെറുപ്പിക്കാൻ പാടില്ല. പിറ്റേ ദിവസം പയ്യെ പറയണം, ഇക്ക അത് ചേരുന്നില്ലിക്ക, എന്റെ കളറിനോട് യോജിക്കുന്നില്ലിക്ക എന്ന് ആരോട് പറഞ്ഞു കൊടുക്കണം? ഭർത്താവിനോട് പറയണം. നമ്മുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകും, അതെല്ലാം അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഒരു ബർദയും മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് കൊള്ളില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാകും, അവിടെ തൊലാക്ക് വരെ ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഒരു കാര്യം പറയാ, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആദ്യമേ തന്നെ സാമ്പത്തികപരമാകുന്ന ഇടപാടിൻ്റെ ഒരു കാര്യവും ഭർത്താക്കന്മാരോട് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ചില ആളുകളൊക്കെ പറയുന്നു, ഉസ്താദെ, വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഉസ്താദെ കുടുംബശ്രീ ഹിസാഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇളക്കും ഉസ്താദെ എന്ന് പറയണ ചില ഭാര്യമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നിങ്ങളുടെ ഭർത്താക്കന്മാർ കയറി വരുമ്പോൾ ഒരിക്കലും സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭർത്താക്കന്മാരോട് പറയാൻ പാടില്ല. ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ അവരോട് പറയണം, ഇക്ക ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ജോലി, കച്ചവടം ഉണ്ടോ? അപ്പം ഭർത്താവ് പറയും, ഇല്ല, നഷ്ടമായിരുന്നു. ഓട്ടോ ഓടിക്കുന്നവർ പറയും, ഇന്ന് ഒരു ചങ്ങാതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, അതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോ ഇല്ലായിരുന്നു, നമ്മൾ എന്താ ചെയ്യുക? അപ്പം ഭാര്യ പറയണം, സങ്കടപ്പെടലേക്ക, നമുക്കുള്ളത് അല്ല തന്നല്ലോ, നമുക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സമാശ്വാസത്തിന്റെ വാക്കുകൾ ആര്, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷം ഉണ്ടാകും, അല്ലേ? ഞാൻ പറയാ, ഒരു ഭാര്യ ഭർത്താവിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിദുമത്ത് ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ? ഒരു ഭാര്യ ഭർത്താവിന് ഹിദുമത്ത് ചെയ്തു കൊടുത്താൽ, വസ്ത്രമലക്കി കൊടുത്താൽ, മുടിയീരി കൊടുത്താൽ, താടി ഈരി കൊടുത്താൽ, ഭർത്താവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? കേട്ടോ, അല്ലേ? ഈ ചില ഫെമിനിസ്റ്റുകളുണ്ട്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഭർത്താക്കന്മാരെ തീരെ മൈൻഡ് ചെയ്യൂല. ഭർത്താക്കന്മാരെ തീരെ മൈൻഡ് ചെയ്യാത്ത ചില പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് ഭയങ്കര ഞങ്ങൾ ഫെമിനിസ്റ്റുകളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണ ചില പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് ഭർത്താവും വേണ്ട, അവർക്ക് മക്കളും വേണ്ട. ഞാൻ സ്നേഹത്തിൽ പറയാ, ഇപ്പൊ ഈ 25-30 വയസ്സായിട്ടും പെണ്ണ് കെട്ടാതെ നടക്കുന്ന ചില ചങ്ങാതിമാർ, പെണ്ണ് കിട്ടാത്തവരല്ല, പെണ്ണ് കെട്ടാതെ നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്, അല്ലേ? നമ്മളൊക്കെ ചോദിക്കും, എടാ പെണ്ണ് കെട്ടണില്ലേ, എത്ര വയസ്സായി? 35 വയസ്സായി ഉസ്താദെ. എന്താ പെണ്ണ് കെട്ടാത്തെ? ഞങ്ങൾക്ക് താല്പര്യമില്ല ഉസ്താദെ. എന്താ പറയണേ? ഞങ്ങൾക്ക് താല്പര്യമില്ല ഉസ്താദെ. നിനക്ക് എത്ര വയസ്സായി? 35 വയസ്സായി ഉസ്താദെ. അവന് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാകും, അതുകൊണ്ടാണ് പെണ്ണ് കെട്ടാതെ നടക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളയുടെയും ഫാത്തിമ ബീവിയുടെയും ഒരു വേദനിപ്പിക്കുന്ന ചരിത്രം നമ്മൾ പഠിക്കണം. ഒരു ഭാര്യ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചരിത്രമാ. അല്ലാഹുവേ, റസൂലുള്ളയുടെ പൊരുത്തം നൽകണേ അല്ലാ, മദദ് നൽകണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകന്റെ കുടുംബ ജീവിതം എന്റെ പ്രിയമുള്ളവര് പഠിക്കേണ്ട ചരിത്രമാ, ആനന്ദമുള്ള ചരിത്രമാ, വേദനിപ്പിക്കുന്ന ചരിത്രമാ. ഏതെന്നറിയോ, ഏതെന്നറിയോ? ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ. റബ്ബേ, ഫാത്തിമയ്ക്ക് കല്യാണ പ്രായമായപ്പോ ഒരുപാട് സമ്പന്നരുണ്ടല്ലോ. റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു വരികയാ, റസൂലുള്ളയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഫാത്തിമയെ കെട്ടിച്ചു തരുമോ, നിക്കാഹ് ചെയ്തു തരുമോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോട് ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇല്ല ഇല്ല, വിവാഹം ചെയ്തു തരൂല.
മദീനയുടെ നായകനാകുന്ന നബി തങ്ങള് പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയ്ക്ക് തെരഞ്ഞെടുത്ത ഭർത്താവാരാ? തെരഞ്ഞെടുത്ത ഭർത്താവാരാ? പാവപ്പെട്ടവനാ, ദാരിദ്ര്യമുള്ളവനാ, സങ്കടമുള്ളവനാ, പട്ടിണിയുള്ളവനാ? അലിയാര് തങ്ങളാ, പാവപ്പെട്ട അലിയാര് തങ്ങളെ ഫാത്തിമ ബീവിക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കുകയാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവി എന്നെ പ്രിയമുള്ളവര് സമ്പന്നരല്ല, പണക്കാരനല്ല, കോടീശ്വരനല്ല. അലിയാര് തങ്ങളുടെ ജോലി ഏതാ? അലിയാര് തങ്ങളുടെ പുല്ലുണ്ടല്ലോ തലയിൽ ചുമന്നുകൊണ്ട് മദീനയുടെ തെരുവോരങ്ങളില്, അറേബ്യയുടെ മണ്ണിലെ തെരുവോരങ്ങളില് തലയിൽ ചുമന്നുകൊണ്ട് വിൽക്കുന്ന ജോലിയാ. ആ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അലിയാര് തങ്ങള് എന്റെ പ്രിയമുള്ളവര് കുടുംബം പോറ്റിയ മഹാനാ. ഒരിക്കലതാ റസൂലുള്ളാഹിയുണ്ടല്ലോ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി അതാ ഉഴുന്നുണ്ടല്ലോ, അരിയുണ്ടല്ലോ ആട്ടുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിന് മുത്തം കൊടുക്കുകയാ. റസൂലുള്ള സലാം പറയുകയാ. എന്നിട്ടതാ വിയർപ്പില് മുങ്ങിക്കുളിച്ചിരിക്കുന്ന, ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഫാത്തിമയെ റസൂലുള്ളാഹിയുണ്ടല്ലോ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ടാ ഫാത്തിമയോട് റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ സന്തോഷമാണോ, ആനന്ദമാണോ, റാഹത്താണോ, ഇസ്സത്താണോ? ഫാത്തിമ ബീവി പറയുകയാ, അൽഹംദുലില്ലാ, സന്തോഷമാണ് വാപ്പാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ ഫാത്തിമ ബീവിയുടെ കൈകളിൽ പിടിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കൈകളിൽ നിന്ന് ചോര ഒലിക്കുകയോ, അഴുന്ന് ആട്ടിയിട്ട്, അരിയാട്ടിയിട്ട്, ഉഴുന്നാട്ടിയിട്ട് ഫാത്തിമയുടെ കൈയുണ്ടല്ലോ പൊട്ടുകയോ, ചോര വരികയാ. ഫാത്തിമ ബീവിയാ കൈകൾ കൊടുക്കുമ്പോ റസൂലുള്ള ചുംബിക്കുകയാ. റസൂലുള്ള പറയുകയാ, സങ്കടപ്പെടല്ലേ, നൊമ്പരപ്പെടല്ലേ, വേദനിക്കല്ലേ, കരയല്ലേ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സങ്കടപ്പെടല്ലേ ഫാത്തിമോ, കരയല്ലേ ഫാത്തിമോ, ദുഃഖിക്കല്ലേ ഫാത്തിമോ. റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ, നീയുണ്ടല്ലോ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഭർത്താവിന് വേണ്ടി സഹായം ചെയ്താൽ, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ, ഭർത്താവിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്താൽ, അവരുടെ വസ്ത്രമലക്കുന്നവരെ, അവരുടെ തുണിയലക്കുന്നവരെ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നവരെ, അൽഹംദുലില്ലാ നിനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ. റസൂലുള്ള ഫാത്തിമ ബീവിയുടെ കൈകളിലേക്ക് പിടിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കൈകൾ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ വരണ്ടിട്ട് ഇങ്ങനെ കീറിയിരിക്കുക, ചോര വരിക. റസൂലുള്ള ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ ഇതെന്തു പറ്റിയതാ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ ഞാൻ ഉഴുന്നാട്ടിയിട്ട്, അരിയാട്ടിയിട്ട് എന്റെ കൈകൾ ഇങ്ങനെ പൊട്ടിയതാ നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ നീ സങ്കടപ്പെടല്ലേ, നീ നിന്റെ ഭർത്താവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിന് പകരമായിട്ട് അൽഹംദുലില്ലാ നിനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഭർത്താവ് കൊള്ളാത്തവനായിരിക്കാം, നമുക്ക് ഭർത്താവ് ചീത്തയായിരിക്കാം, പക്ഷേ കുടുംബത്തിൽ ഭർത്താവ് ഭർത്താവ് തന്നെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ അള്ളാന്റെ റസൂല് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് സ്വർഗം ഉണ്ടെന്നാ. ഞാൻ പറയട്ടെ, ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? കേട്ടോ, അള്ളാഹുവിന്റെ റസൂല് പറയാ ഫാത്തിമ ബീവിയോട്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഫാത്തിമ ഏതെങ്കിലും ഒരു ഭാര്യയുണ്ടല്ലോ ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ ഓരോ അരിമണി തൂക്കത്തില് അവളുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ ഓരോ അരിമണി തൂക്കത്തില് അവളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ കുടുംബജീവിതം എന്ന് പറയണേ. ഞാൻ ചോദിക്കട്ടെ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് എന്റെ പ്രിയപ്പെട്ടവരെ തലമുടി ഈരി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് തലമുടി ഈരി കൊടുത്താൽ, താടി ഈരി കൊടുത്താൽ, ചില ചങ്ങാതിമാര് താടി വെക്കൂല, ചിലർക്ക് വരുത്തില്ല, അതും ഓക്കെ. ഈ ഉണ്ടായിട്ട് മടിച്ചു കളയണ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിച്ച് പാടില്ല മക്കളെ, പാടില്ല, അത് തെറ്റാണ്. എന്റെ പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹിയുടെ സുന്നത്ത് എങ്ങനാ? താടി വളർത്തുക, മീശ ട്രിം ചെയ്യുക. താടി വളർത്തുക, മീശ ചെറുതായിട്ട് വെട്ടുക. അതാണ് എന്തിന്റെ സ്വഭാവം. അതിരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ സ്വഭാവം എന്നെ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിരവാകുന്ന പ്രവാചകൻ പറയുന്നു, ഭർത്താവിന്റെ തലമുടി ഈരി കൊടുത്താൽ ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുടുംബജീവിതത്തില് ഭാര്യയുണ്ടല്ലോ, ഭർത്താവിനെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, പടച്ചവനെ തലമുടി ഈരി കൊടുത്താൽ, താടി ഈരി കൊടുത്താൽ, അവർക്ക് എന്റെ പ്രിയമുള്ളവരെ സ്വാന്തന വാക്കുകൾ പറഞ്ഞു കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലമെന്തോ, അള്ളാഹു തരുന്ന മഹത്വം എന്താ? ഒരു പെണ്ണ് ഭർത്താവിന് താടി മുടി ഈരി കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലമെന്തോ? ഒരു പാവപ്പെട്ടവന് വിശക്കുന്ന 100 പേർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലമാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യ ഭർത്താവിന്റെ തലമുടി ഈരി കൊടുത്താൽ, ഒരു ഭാര്യ ഭർത്താവിന്റെ താടി രോമങ്ങൾ ഈരി കൊടുത്താൽ, ചീർപ്പ് വെച്ചാണെങ്കിലും കൈവച്ചാണെങ്കിലും ഇനി എന്ത് വെച്ചാണെങ്കിലും ഈരി കൊടുത്തു കഴിഞ്ഞാൽ 100 പാവങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കൊടുത്ത പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ സ്വന്തം ഭാര്യ ആയിരിക്കണം. സ്വന്തം ഭാര്യ ആയിരിക്കണം, വല്ലവന്റെ ഭാര്യ ആയിരിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതാ പറയാൻ, സ്വന്തം ഭാര്യ ഭർത്താവിന് തലമുടിയോ താടിമുടിയോ ഈരി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രതിഫലമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ എന്ത് ചെയ്യണം? ഇങ്ങനെ തൊപ്പിയെ കൂരിയിട്ട് അവിടെ ചെന്നിട്ട് പറയണം, ആമിന ഈരാവിന എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പം എന്തുണ്ടാവും? ഈരിത്തരും. ഈരി തന്നു കഴിഞ്ഞാൽ 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചില ആളുകളൊക്കെ പറയുന്നതാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ 18 വയസ്സായിട്ടുള്ള സഹോദരിമാരുടെ വാപ്പമാരുണ്ടെങ്കിൽ നിങ്ങളോട് പറയാ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ദീനുള്ളവർക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. ദീനുള്ളവർക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. ഒരിക്കലും നിസ്കാരമില്ലാത്തവന് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോണം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അല്ലേ? ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ഈ വയല് പറയാൻ പോകുന്നതുകൊണ്ട് ഒരുപാട് അനുഭവമുള്ളതുകൊണ്ട് പറയാ. എത്രയോ സാധുക്കളാകുന്ന സഹോദരിമാരെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ ഉസ്താദേ, എന്റെ കൂട്ടുകാരികളുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അസൂയ ഉസ്താദേ. ഞാൻ എന്തേ ഉസ്താദേ? അവരുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഭയങ്കര സന്തോഷമാ, എന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധിയാ. ഭർത്താവ് കള്ളു കുടിക്കും, ഭർത്താവ് കഞ്ചാവ് അടിക്കും, ഭർത്താവ് സിറിഞ്ചിന് അടിമയാ, MDMA അടിമയാ, സ്റ്റാമ്പിന് അടിമയാ എന്ന് പറയുന്ന എത്രയോ സാധുക്കളാകുന്ന ഭാര്യമാര്. അള്ളാഹു നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പ്രിയപ്പെട്ട വാപ്പമാരോട് പറയാ, സമ്പത്ത് നോക്കിയിട്ട് ഒരിക്കലും നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ കെട്ടിച്ചു വിടാൻ പാടില്ല. സമ്പത്ത് നോക്കിയിട്ട്, പൈസ നോക്കിയിട്ട് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നിങ്ങൾ കെട്ടിച്ചു വിടാൻ പാടില്ല. എന്നോട് കൊല്ലം ജില്ലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരൻ പറഞ്ഞ, ഉസ്താദേ ഞങ്ങൾ പാവപ്പെട്ടവരാ ഉസ്താദേ, ഒരു സമ്പത്തുള്ള ഒരു ചെറുക്കൻ എന്റെ പൊന്നുമോളെ ചോദിച്ചു വന്നപ്പോ ഞാൻ കെട്ടിച്ചു കൊടുത്തു ഉസ്താദേ, പക്ഷെ ഞാൻ ദീൻ നോക്കിയില്ല ഉസ്താദേ. എന്താ പറഞ്ഞേ? ഞാൻ ദീൻ നോക്കിയില്ല ഉസ്താദേ, ഞാൻ സമ്പത്ത് മാത്രം നോക്കിയിട്ട് കെട്ടിച്ചു കൊടുത്തു. ഇന്ന് എന്റെ പൊന്നുമോള് വല്ലാത്ത പ്രതിസന്ധിയില്ല. എന്റെ പൊന്നുമോൾക്ക് നിസ്കാരമുണ്ട്, എന്റെ മരുമകന് നിസ്കാരമില്ല ഉസ്താദേ. അദ്ദേഹം വന്നിട്ട് എന്റെ മോളെ എപ്പോഴും അടിക്കൂ ഉസ്താദ്, ഇടിക്കൂ ഉസ്താദ് എന്ന് പറയണ ഒരുപാട് സാധുക്കളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ എല്ലാ നാട്ടിലുള്ള ഒരു പരാതിയാ, എന്തെന്നറിയോ? ഉസ്താദന്മാര് ഭാര്യമാർക്ക് ഭയങ്കര സ്നേഹമാണ്. എല്ലാ നാട്ടിലുള്ള ഒരു പരാതിയാ. എന്താണ്? ഉസ്താദന്മാര് ഭാര്യമാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, ഉസ്താദന്മാർക്ക് നട്ടലില്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം എന്തേ? ഉസ്താദന്മാര് ഭാര്യമാരോട് ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. കാരണം എന്തേ? അവര് കിതാബിൽ ഓതി പഠിച്ചിട്ടുണ്ട് ഭാര്യയുടെ വില എന്താണെന്ന്. ഉസ്താദന്മാരുടെ ഭാര്യമാർക്ക് ഒരിക്കലും സങ്കടം ഉണ്ടാവൂല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞോട് ചോദിച്ചാൽ മനസ്സിലാവും. ഉസ്താദന്മാരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്നും
സന്തോഷം ഉണ്ടാകും, അവരുടെ കുടുംബജീവിതത്തിൽ എന്നും ആനന്ദം ഉണ്ടാകും. കാരണം എന്തേ? അവർ ഓതിപ്പടിച്ച കിതാബിൽ ആ കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യം അവർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉസ്താദന്മാരുടെ വീട്ടിൽ ഇറച്ചി പുകയും, അടുപ്പിൽ ഇറച്ചി പുകയും. ഇപ്പോഴും എത്രയോ ഭാര്യമാര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ മാംസം മേടിച്ചിട്ട് മാസങ്ങളായി ഉസ്താദെ, ഭർത്താവ് പിശിക്കനാ ഉസ്താദെ എന്ന് പറഞ്ഞ എത്രയോ ഭാര്യമാരാണ്. പക്ഷെ ഉസ്താദന്മാരുടെ വീട്ടിൽ അതുണ്ടാകൂല. ഒരു കിലോ അരി മേടിക്കാനെടുത്ത് ഒരു ചാക്കരി അവർ മേടിക്കും അല്ലേ. ഭാര്യക്ക് പെരുന്നാളിനെങ്കിലും വസ്ത്രം എന്തുണ്ടാകും, അവരെടുത്തു കൊടുക്കും, അവരെ പൊന്നുപോലെ നോക്കും. എന്നോടൊരു സഹോദരി പറഞ്ഞ, ഉസ്താദെ എൻ്റെ കിടപ്പറയിലേക്ക് കയറിയാൽ കള്ളിൻ്റെയും സിസറിൻ്റെയും മണോ ഉസ്താദെ. എന്താ പറഞ്ഞേ? എൻ്റെ കിടപ്പറയിലേക്ക് കയറിയാൽ കള്ളിൻ്റെയും സിസറിൻ്റെയും മണോ ഉസ്താദെ. പക്ഷേ ഉസ്താദുമാരുടെ റൂമിൽ കയറിയാൽ അത്തറിൻ്റെയും സ്പ്രേയുടെയും മണം ഉണ്ടാകും. അതാ നേരെ വ്യത്യാസം. ഉസ്താദുമാർക്ക് മാത്രമല്ല, ദീനുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, നിസ്കാരമുള്ളവരാണെങ്കിൽ അവരുടെ കിടപ്പറയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷം ഉണ്ടാകും. അതാ പറയണേ, ഒരു ഭാര്യ ഭർത്താവിൻ്റെ തലമുടിയും താടിയും ഈരിക്കൊടുത്താൽ 100 പാവപ്പെട്ടവരെ സഹായിച്ച പ്രതിഫലമുണ്ടെന്ന്, ഭക്ഷണം കൊടുത്തതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മുലയൂട്ടിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തൻ്റെ ഭർത്താവിലൂടെ ഉണ്ടായ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനോ പൊന്നുമോൾക്കോ മുലയൂട്ടിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? കേട്ടോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ പ്രിയപ്പെട്ടവരെ ബന്ധപ്പെടുകയാ. അൽഹംദുലില്ലാഹ്, മക്കളെ അള്ളാഹു തരുകയാ, സ്വാലിഹീങ്ങളാകുന്ന മക്കളെ അള്ളാഹു നൽകുകയാ. എന്നിട്ടതാ പൊന്നുമോനോ പൊന്നുമോൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ മുലയൂട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു തരുന്ന മഹത്വം എന്താ? ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയമുള്ളവരെ പറയുകയാ, 1000 ഷഹീദിന്റെ പ്രതിഫലമോ, 1000 ശുഹദാക്കളുടെ പ്രതിഫലമോ ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മുലയൂട്ടിയാലെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ മുലയൂട്ടിയാൽ 1000 ശുഹദാക്കളുടെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പെണ്ണെ, ഭാര്യ എന്ന് പറയുന്ന ഉദ്യോഗം വലുത് തന്നെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു, അത്രത്തോളം മഹത്വമുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മൾ പഠിക്കണം അല്ലേ. ഞാൻ പറഞ്ഞു, എന്തിനും ഏതിനും ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ എന്തുകൊണ്ട് കൊടുത്താലും എന്തു പറയുമായിരുന്നു? അൽഹംദുലില്ലാ പറയുമായിരുന്നു, തൃപ്തിയാണെന്ന് പറയുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാകുന്ന സമയത്ത് ഭാര്യമാർ ഓരോ ആഗ്രഹങ്ങൾ പറയാറുണ്ട് ഇല്ലേ? പറയൂലേ? നിങ്ങൾ മേടിച്ചു കൊടുക്കാണ്ട. ഇപ്പൊ എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭാര്യ ഗർഭിണിയാ, പാതിരാത്രി 2:30 മണിക്ക് എന്നോട് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. ഉസ്താദേ എന്താ പറയുക? പാതിരാത്രി 2:30 മണിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. ഉസ്താദേ ഞാന് കോഴിക്കോട് ജില്ലയുടെ പല സ്ഥലത്തും ചെന്നിട്ട് മസാല ദോശ നോക്കി ഉസ്താദെ, കിട്ടിയില്ല. അവസാനം മാവ് മേടിച്ചോണ്ട് വീട്ടിൽ പോയി ഞാൻ തന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തു. ഉസ്താദേ എന്നൊരു സാധുവായ ഭർത്താവ് പറയുമ്പോൾ, ചില ഭാര്യമാർക്ക് പാതിരാത്രി പച്ചമാങ്ങ വേണം, ചില ആളുകൾക്ക് നെല്ലിക്ക വേണം, ചില ആളുകൾക്ക് ഉപ്പിലിട്ടത് വേണം, ചില ആളുകൾക്ക് ബിരിയാണി വേണം. ഇതൊക്കെ പാതിരാത്രിയിലായിരിക്കും പറയണേ. ഗർഭിണി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂമ്പോക്കി ഇടിക്കും. ഗർഭിണി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യൂല. നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. ഫാത്തിമ ബീവിക്ക് ഒരു ആഗ്രഹം, റുമ്മാൻ പഴം വേണം. എന്താ വേണ്ടേ? റുമ്മാൻ പഴം വേണം. ഈ റുമ്മാൻ പഴം വേണമെന്ന് ആരോട് പറഞ്ഞു? അലിയാർ തങ്ങളോട് പറഞ്ഞു. അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, പാവപ്പെട്ടവളാ. ഒരിക്കലതാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് പടച്ചവനെ നിസ്കരിക്കാൻ കടന്നു വരികയാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയമാകുകയാ. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോ റസൂലുള്ളാഹി പള്ളിയിലേക്ക് കടന്നു വരികയാ. റസൂലുള്ള പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമയുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നു വരികയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ, വല്ലാതെ കരയുകയാ, വിശന്നുകൊണ്ട് കരയുകയാ, പാല് കുടിക്കാതെ കരയുകയാ. റസൂലുള്ള ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ മുലപ്പാല് കൊടുക്കണേ, ഫാത്തിമ മുലപ്പാല് കൊടുക്കണേ, ഫാത്തിമ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ. സഹാബത്ത് കാത്തു നിൽക്കുകയാ. പടച്ചവനെ ഇഖാമത്ത് കൊടുക്കുകയാ. റസൂലുള്ളാഹി ഇമാമ നിൽക്കുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയമുള്ളവര് ഫാത്തിഹ ഓതുകയാ, സൂറത്ത് ഓതുകയാ, നമസ്കരിക്കുകയാ, റബ്ബുമായി മുനാജാത്ത് നടക്കുകയാ. നമസ്കരിച്ചു കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവരെ സലാം വീട്ടുകയാ. റസൂലുള്ളാഹി സലാം വീട്ടുമ്പോ ഹസനും ഹുസൈനും കരയുന്ന സങ്കടമുണ്ടല്ലോ, ശബ്ദമുണ്ടല്ലോ, റസൂലുള്ളാഹി കേൾക്കുകയാ. റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവരെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് പറയുകയാ, ഫാത്തിമ മുലപ്പാല് കൊടുക്കണേ, ഫാത്തിമ. ഹസനും ഹുസൈനും അതാ കരയുകയാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ദുആ ചെയ്തതിന് ശേഷം എന്റെ പ്രിയമുള്ളവര് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. കടന്നു വരുമ്പോ ഹസനും ഹുസൈനും എന്റെ പ്രിയമുള്ളവരെ കരയുകയാ, വല്ലാതെ സങ്കടപ്പെടുകയാ, വിശന്നുകൊണ്ട് കരയുകയാ. റസൂലുള്ളാഹിയുടെ മുഖമുണ്ടല്ലോ ചുമക്കുകയാ. റസൂലുള്ളാഹി ദേഷ്യപ്പെടുകയാ. റസൂലുള്ളാഹി പൊന്നുമോള് ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി ഫാത്തിമയോട് കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാ, ഫാത്തിമ ഹസനും ഹുസൈനും മുലപ്പാല് കൊടുക്കാത്തതെന്തേ? ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഈ ഞാനുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ആഴ്ചകളായി വാപ്പാ. എന്റെ മാറിലേക്ക് എന്റെ പ്രിയപ്പെട്ട മക്കള് കടന്നു വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ പാല് വരുന്നില്ലോ വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. അത്രത്തോളം പട്ടിണി കിടന്ന ഫാത്തിമയുണ്ടല്ലോ. റബ്ബേ, അലിയാരിതങ്ങൾ സങ്കടങ്ങൾ പറയുമ്പോ, അലിയാരിതങ്ങൾ വേദനകൾ പറയുമ്പോ, അലിയാരിതങ്ങൾ പുല്ല് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവരെ അലിയാരിതങ്ങളോട് ചോദിക്കുകയാ, അലിയാരിതങ്ങളെ, പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട പ്രിയതമനെ, പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്നെങ്ങനെയാണ് ജോലി? എങ്ങനാ? സന്തോഷമാണോ? ആനന്ദമാണോ? റാഹത്താണോ? ലാഭമുണ്ടോ? എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അലിയാരിതങ്ങൾ പറയുകയാ, ഫാത്തിമ സങ്കടമാ, ലാഭമില്ലോ, മക്കൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പൈസ കിട്ടിയില്ല. ഫാത്തിമ എന്റെ പ്രിയപ്പെട്ടവരെ തളരാതെ പതരാതെ അലിയാരിതങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് പറയുമ്പോ എന്റെ പ്രിയമുള്ള നിറഞ്ഞിരിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, ചരിത്രം പഠിക്കടേ, ചരിത്രം പഠിക്കടേ. എന്ത് കിട്ടിയാലും ഫാത്തിമ ബീവി പറയുന്ന വാക്കേതോ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അലിയേ സങ്കടപ്പെടല്ലേ, അലിയേ നൊമ്പരപ്പെടല്ലേ, അലിയേ അല്ലാഹ് നമുക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകിയല്ലോ. അലിയേ, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോൾ എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയുന്നവരാരാ? അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അല്ലേ? ഞാൻ പറഞ്ഞു, ഈ ഭാര്യമാര് ഗർഭിണിയാകുന്ന സമയത്ത് പലതും നമ്മളോട് ചോദിക്കും. അത് നമ്മൾ മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണം? കഴിയണം. ഈ ഭാര്യമാർ ചോദിക്കുന്നവർ പറ്റുന്നതായിരിക്കും. അമ്പിളിമാമനെ വേണമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. യൂസുഫ് അലിനെ കാണുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. യൂട്യൂബിൽ കാണിച്ചു തരാൻ പറ്റും, നേരിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. നമ്മളെ കൊണ്ട്, നമ്മുടെ ഭർത്താവിനെ കൊണ്ട് കഴിയുന്ന ആഗ്രഹങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ചെയ്യാൻ കഴിയൂ. അല്ല, ഇപ്പോൾ ഞാൻ പറയണത്,
ഭാര്യയ്ക്ക് സാധനം വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞ ഒരു പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഇപ്പൊ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സമ്മാനം എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഭാര്യയും ഭർത്താക്കന്മാരും പരസ്പരം എന്ത് കൈമാറണം, സമ്മാനം കൈമാറണം. ഇപ്പൊ എന്നോട് ഇന്നൊരാൾ പറഞ്ഞ, ഉസ്താദെ കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഉസ്താദ്. എന്താ അല്ലേ, എന്താണല്ലേ കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഈ കുടുംബശ്രീയില് ഉസ്താദെ ഇപ്പം ഈ ഒരു മാസത്തിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. എന്താ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, പുതിയ വർഷം കടന്നു വരില്ലേ, അപ്പോൾ ഈ ഗിഫ്റ്റ് കൈമാറുന്ന ഒരു സംഭവം. എന്താണ് ഗിഫ്റ്റ് കൈമാറുന്ന ഒരു സംഭവം. അപ്പം എൻ്റെ ഒരു കുടുംബക്കാരി എന്നോട് വിളിച്ചു പറഞ്ഞേ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ മേടിച്ചു കൊടുക്കണേ, നീ എന്താ മേടിച്ചു കൊടുക്കണേ ഉസ്താദെ? എനിക്ക് എന്നെ ആഷിക്കെന്നാ വിളിക്കണേ. ആഷിക്കയെ, ഞാനിന്ന് മേടിച്ചു കൊടുക്കണത് എനിക്ക് കിട്ടിയ ആൾക്ക് ഞാനൊരു പുട്ടും കുറ്റിയാണ് മേടിച്ചു കൊടുക്കണേ. എന്താ പറഞ്ഞേ, ഒരു പുട്ടും കുറ്റിയാണ് മേടിച്ചു കൊടുക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തേ? ഓള് പറഞ്ഞത് അത് മതിയെന്ന. ഓള് എനിക്ക് കിട്ടിയ ആള് പറഞ്ഞത് പുട്ടുംകുറ്റി മതിയെന്നാ പറഞ്ഞത്. അപ്പൊ സമ്മാനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൈമാറണം അല്ലേ? ഫാത്തിമ ബീവി അലിയാർ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട്. അലിയാർ തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയെ എനിക്ക് ഇത്തിരി റുമ്മാൻ പഴം വേണം, റുമ്മാൻ പഴം വേണം. അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാ, കീശയിലുള്ള പൈസ ആയിട്ട് എവിടെ പോയി ഉമ്മാൻ പഴം വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചന്തയിലേക്ക് കടന്നു ചെന്നു. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പൊന്നുമോള് ഉമ്മാൻ പഴം വേണമെന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മരുമകനതാ റുമ്മാൻ പഴം വാങ്ങാൻ പോകുകയാ. റുമ്മാൻ പഴം എൻ്റെ പ്രിയപ്പെട്ടവര് ഉള്ള പൈസക്ക് വാങ്ങുകയാ. എന്നിട്ടതാ തിരിച്ചു വരുമ്പോ ഒരു യാചകൻ കടന്നു വരികയാ. അലിയാർ തങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുകയാ. അലിയേ, വിശക്കുന്നു അലിയേ, ദാരിദ്ര്യമാണ് അലിയേ, സങ്കടമാണ് അലിയേ, നൊമ്പരമാണ് അലിയേ. അലിയാർ തങ്ങൾ പറയുകയാ, എന്റെ കയ്യില് ഭക്ഷണമില്ല, സമ്പത്തില്ല, പാവപ്പെട്ടവനാ. അലിയാർ തങ്ങളോടാ യാചകം പറയുകയാ, കയ്യിലിരിക്കുന്ന കിറ്റുണ്ടല്ലോ, കയ്യിലിരിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, കയ്യിലിരിക്കുന്ന റുമ്മാനുണ്ടല്ലോ, എനിക്കൊന്ന് കഴിക്കാൻ തരുമോ അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളോട് ചോദിക്കുമ്പോ സ്നേഹനിധിയാകുന്ന ഭർത്താവ് പറയുകയാ, ഇല്ല ഇല്ല, ഇതെന്റെ ഭാര്യക്കുള്ള സമ്മാനമാ, ഇതെന്റെ ഭാര്യ ചോദിച്ചതാ, ഇത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, യാചകനാ സമയത്ത് പറയുകയാ, ഈ സമ്മാനമുണ്ടല്ലോ, ഈ ഭക്ഷണമുണ്ടല്ലോ, എനിക്ക് തന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു തരുമെന്ന് ഒരു യാചകൻ പറയുകയാ. അലിയാർ തങ്ങൾ കയ്യിലിരിക്കുന്ന പഴങ്ങള് എന്റെ പ്രിയമുള്ളവരെ യാചകന് കൊടുക്കുകയാ. യാചകനതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹ് റബ്ബേ, ഈ സാധുവായ അലിയാർ തങ്ങൾക്ക് എനിക്ക് സ്വതക്ക തന്നതിന് പകരമായിട്ട് 10 ഇരട്ടി പ്രതിഫലം റബ്ബേ കൊടുക്കണേ അല്ലാ. അലിയാർ തങ്ങൾ സങ്കടപ്പെടുകയാ. പടച്ചവരെ, കിറ്റില്ലാതെ പഴങ്ങളില്ലാതെ അലിയാർ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നഊദു ബില്ലാഹ് സുബ്ഹാനല്ലാഹ്, വീടിന്റെ വാതിക്കല് ഒരു കൂട്ടം റുമ്മാൻ പഴമിരിക്കുകയാ. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയോട് അലിയാർ തങ്ങൾ ചോദിക്കുകയാ, ഫാത്തിമ, ഇതെവിടെന്നാണ് ഫാത്തിമ, ഇതെവിടെന്നാണ് ഫാത്തിമ? ഫാത്തിമ ബീവി അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുകയാ, അലിയേ, ഇതെവിടെന്നാണെന്നറിയൂല അലിയേ. അത്രത്തോളം അലിയാർ തങ്ങൾ ഫാത്തിമ ബീവി സ്നേഹിച്ചെന്ന് ചരിത്രം പറയുമ്പോ സമ്മാനങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കൈമാറേണ്ടതാണ്. എന്നാൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങൾ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മാറണം. പക്ഷേ വിലപിടിപ്പുള്ള സമ്മാനാകാൻ പാടുണ്ടോ? പാടില്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു സമ്മാനം ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ കഴിയണം. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലേ, ഈ ചില ഭാര്യമാരൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മൂസ എന്നാ പേര്, മൂസ. ഞാൻ അവൻ്റെ പേര് തന്നെ എൻ്റെ മൊബൈൽ ഫോൺ അടിച്ചിട്ടിരിക്കണം, ബുർക്ക മൂസ എന്നാ. എന്താണ് ബുർക്ക മൂസ എന്നാ? കാരണം അവന് ബുർക്ക കച്ചവടാ. അപ്പോൾ എന്നോട് പറഞ്ഞ ഉസ്താദേ, ഈ ചില ആളുകളൊക്കെ വന്നിട്ട്, ചില ഭർത്താക്കന്മാർ വന്നിട്ട്
സങ്കടപ്പെടുന്ന കണ്ടിട്ടുണ്ട് ഉസ്താദെ. ചില ഭാര്യമാര് കടയുടെ അകത്ത് കയറിയിട്ട് വിലപിടിപ്പുള്ള ഭർത്ത എടുത്തോണ്ട് വരും. ഭർത്താവിന്റെ ശമ്പളം ഒന്നും നോക്കൂല. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ബില്ലിടുമ്പോഴാണ് ഭർത്താവ് നെട്ടിത്തിരിക്കണേ. ഇപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് അല്ലേ? ഇല്ലേ, കിട്ടൂലേ? ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഇത് പലിശയല്ലേ? ഇത് പലിശയല്ലേ? പലിശയാണ്. അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല. ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും സുഖമാണ്. പൈസ ഇല്ലെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ഒരക്കുക, എന്നിട്ട് മാസം അവസാനം ബാങ്കിൽ അതിന്റെ പലിശയും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വരുമാനം അനുസരിച്ച് ജീവിക്കാൻ കഴിയണം അല്ലേ? ഭർത്താവ് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം. നമ്മൾ എപ്പോഴാണ് ഈ ലോൺ എടുക്കേണ്ടി വരുന്നത്? എപ്പോഴാണ് നമ്മൾ വല്ലവരുടെയും മുമ്പിൽ പോയി കടം മേടിക്കേണ്ടത്? എപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്? നമുക്കൊരു രോഗം വരുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ടാകൂല? പൈസ ഉണ്ടാകൂല അല്ലേ? ഒരാൾക്ക് പെട്ടെന്നൊരു ചുമ വന്നതാ, ക്യാൻസർ അല്ലേ? ഇപ്പൊ കീമോ ചെയ്യണം, അത് ചെയ്യണം, ഡയാലിസിസ് ചെയ്യണം, ഇത് ചെയ്യണം. ലക്ഷങ്ങൾ ചിലപ്പോൾ കടക്കാരൻ നമ്മൾ ആ സമയത്ത് അയക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മാരകമാകുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രോഗമുണ്ടാകൂല എന്ന് ആരും കരുതണ്ട. ഏത് സമയത്ത് രോഗം കടന്നു വരാം. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് എപ്പോഴും പുഞ്ചിരിക്കുന്നൊരു സഹോദരനുണ്ട്. എപ്പോഴും പുഞ്ചിരിക്കുന്നൊരു സഹോദരനാണ്. 2 മക്കൾക്കും ഓട്ടിസമാണ്. ഒരു മകന് 28 വയസ്സ്, ഒരു മകൾക്ക് 25 വയസ്സ്. ഒരു ദിവസം ഞാനിങ്ങനെ വെള്ളിയാഴ്ച വയല് കഴിഞ്ഞ് വന്ന് ജുമാക്ക് ഖുതുബയ്ക്ക് കയറാൻ പോണതിന് മുമ്പ് പള്ളിയിലെ സെക്രട്ടറി എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയും, ഉസ്താദേ, നമ്മുടെ പള്ളിയുടെ മുമ്പിൽ എപ്പോഴും വന്ന് ചിരിക്കുന്നൊരു ചങ്ങാതി ഉണ്ടല്ലോ ഉസ്താദേ, അദ്ദേഹത്തിന് ചെറിയൊരു ചുമ വന്നു ഉസ്താദേ. ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജ് ആണെന്നാണ് പറയുന്നത് ഉസ്താദെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലീവിന് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ സെക്രട്ടറി എൻ്റെ ഫോണിൽ വിളിക്കുക, ഉസ്താദേ, ആ ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണ ചെറുപ്പക്കാരൻ മരിച്ചുപോയി ഉസ്താദേ. അല്ലാഹുവേ, നീ ഖബർ വിശാലമാക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞാൻ ആ വീട്ടിൽ ദുആ ചെയ്യാൻ പോകുമ്പോഴൊക്കെ സങ്കടം വരും. 25 വയസ്സുള്ള ഒരു പൊന്നുമോൾ ഓട്ടിസവാ, 27 വയസ്സുള്ള ഒരു പൊന്നുമോൻ ഓട്ടിസവാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പിതാവിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം ഏത് സമയത്തും വരാം. ചിലപ്പോ ചെറിയൊരു പരി വന്നതാ, കൊണ്ടു ചെല്ലുമ്പോഴായിരിക്കും ബ്ലഡിൽ ക്യാൻസർ. അല്ലാഹുവേ, നീ കാക്കണേ റഹ്മാനെ. ചെറിയ മക്കൾക്ക് ക്യാൻസർ അല്ലേ? നിങ്ങൾ ഈ മംഗലാപുരത്ത് നിന്ന് നിങ്ങൾ രാത്രിയിലുള്ള മാവേലി എക്സ്പ്രസ്സിൽ നിങ്ങളൊന്ന് കയറണം. മംഗലാപുരത്ത് നിന്ന് വൈകിട്ട് 5 മണിക്ക് എടുക്കുന്ന മാവേലി എക്സ്പ്രസ്സിൽ നിങ്ങളൊന്ന് കയറണം. AC-യിലെങ്കിൽ AC-യിൽ, സ്ലീപ്പറിലെങ്കിൽ അങ്ങനെ, ഇനി ജനറൽ കമ്പാർട്ട്മെന്റിൽ അങ്ങനെ എങ്ങനെയെങ്കിലും കയറണം. നിങ്ങൾ രാവിലെ തിരുവനന്തപുരം എത്താനാകുമ്പോൾ നിങ്ങൾ എണ്ണീച്ചിട്ട് ആ ട്രെയിനകത്ത് കൂടി നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കണം. RCC-ലേക്ക് പോകുന്ന എത്രയോ പാവങ്ങൾ ആ മാവേലി എക്സ്പ്രസ്സിലുണ്ടെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. മാവേലി എക്സ്പ്രസ്സിൽ ബക്കറ്റായിട്ട് ചിലവരിയ്ക്കുന്ന കാണാം, തോർത്തുമുണ്ടെടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാം, മുടിയില്ലാത്തവരെ കാണാം. ശരീരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവയവങ്ങളിൽ ഓരോ അവയവങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോ ഉപകരണങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്വാസം എടുക്കുന്നവരെ കാണാം. ക്യാൻസറിൻ്റെ അവസാന സ്റ്റേജ് എത്തിയവരെ കാണാം, കീമോ ചെയ്യുന്നവരെ കാണാം. അതാ എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗമെന്ന് പറയണേ. എല്ലാവരുടെയും ആഗ്രഹമാണ് രോഗമില്ലാതെ മരിക്കണം അല്ലേ? എൻ്റെ നിങ്ങളുടെയൊക്കെ ആഗ്രഹമാണ് അല്ലെ? കിടത്തി അള്ളാഹു ഞങ്ങളെ നീ മരിപ്പിക്കല്ല റബ്ബേ. ഒരാൾക്കും ബാധ്യതയായിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല റബ്ബേ. ഇപ്പോ തൃശ്ശൂർ ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു പാവപ്പെട്ട ഒരു സഹോദരി, ഒരമ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ മരുമകൾ തള്ളിയിടുന്നു. അല്ലെ തൃശ്ശൂരല്ലേ? അല്ലെ തൃശ്ശൂരില്ലല്ലേ? ഒരമ്മയെ ഒരു മരുമകൾ ആരാ? ടീച്ചറാ. അല്ലാഹുവേ, കാത്തിരക്ഷിക്കണേ റഹ്മാനെ. കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരു അധ്യാപക എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ തള്ളിയിടുക. അമ്മ ചെന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ വീഴിപ്പം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇപ്പം നൗഷാദ് വാക്കി ഉസ്താദ് ഞാനും കൂടെ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉസ്താദ് എന്നോട് പറഞ്ഞ, എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. അത് കണ്ടിട്ട് ഞാൻ ഉടൻ തന്നെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടു, സ്നേഹസാഗരത്തിൽ ആ അമ്മയെ ഞങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന്. അത്രത്തോളം സങ്കടം നമുക്ക് വന്നുപോയി. അമ്മയ്ക്ക് തിരിച്ച് തല്ലാൻ പോലുള്ള ആവതില്ല. കാരണം എന്തേ? രോഗമാ, അസുഖമാ. നമ്മൾ പറയും, ഉസ്താദേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വെറുതെ ആക്കൂല, അവർ ഞങ്ങളെ നോക്കൂന്നൊക്കെ നമ്മൾ പറയും. മോനെ, എഴുതി വെച്ചോ, നമുക്കും അസുഖം വന്ന് കിടന്ന കിടക്കപ്പായിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളെ നോക്കൂല, നമ്മുടെ മരുമക്കളും നാളെ മുഖം ചുളിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, രോഗങ്ങളില്ലാതെ മരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. ഒരു കാര്യം ചെയ്യോ? രോഗങ്ങളില്ലാതെ മരിക്കാൻ എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ്. ചെയ്യുവോ? ഒരു ചെറിയ, ഞാൻ ചോദിക്കട്ടെ, ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയബ്ബ. ഞാൻ കഴിച്ചു.
ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ കൈ പൊക്കിയ ഒന്ന്. ബാക്കി ആരും കഴിച്ചില്ല? ഭക്ഷണം കഴിച്ചില്ല. 2. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഏതാ? ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതും മുഴുക്കയാക്കിയതാ. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. ചോറ് എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ചോറ് കളയാൻ പാടില്ല. വിളമ്പി നിലത്തു പൊഴിയരുതേ. ചോറ് വിളമ്പുമ്പോ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാറ്ററിംഗ് കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ വീട്ടിൽ ഭക്ഷണം വിളമ്പുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കളയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ചോറല്ലേ കളയാൻ പാടില്ലാത്ത? പൊറോട്ട കളഞ്ഞൂടെ? പപ്സ് കളഞ്ഞൂടെ? കട്ട്ലൈറ്റ് കളഞ്ഞൂടെ? കളത്തപ്പം കളഞ്ഞൂടെ? പത്തിരി കളഞ്ഞൂടെ എന്ന് നമ്മൾ ചോദിക്കും. അങ്ങനല്ല. ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് ആക്കാൻ പാടില്ല. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതും മുഴുക്കയാക്കിയതാ. ഒരു മണി അരിക്കു പോലും അള്ളാഹു കൊടുത്ത മഹത്വം എന്ന് പറയുന്നത് വലുതാ. അതിന് APL കാർഡിൽ അരിയാണെങ്കിലും BPL ആണെങ്കിലും സപ്ലൈക്ക് ആണെങ്കിലും മാവേലി ആണെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് ഈ ലുലുമാളിൽ അരിയാണെങ്കിലും ഏതാണെങ്കിലും ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതും മുഴുക്കയാക്കിയതാ. അങ്ങനെ ആരെങ്കിലും ഒരാൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഭക്ഷണം കളയാതെ നിലത്ത് വീഴാതെ കഴിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ തഴവ ഉസ്താദ് നൗവർ അള്ളാഹു മർക്കത. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വന്നത്, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയുന്ന ഭാര്യയാണെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകും. അപ്പം ഈ 2 കാര്യം ചെയ്യോ? ഉറപ്പാണോ? ചെയ്യണം. 3, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഏതെന്നറിയോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ, ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയമുള്ളവര് സഹാബത്തിനോട് പറയുകയാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? അതിനുള്ള മൂന്നാമത്തെ മാർഗമേതാ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അള്ളാനെ പേടിയുള്ള ജീവിതം വേണം പെങ്ങളെ, അള്ളാനെ പേടിയുള്ള കുടുംബ ജീവിതം പെങ്ങളെ. എന്നാൽ അൽഹംദുലില്ലാഹ് കുടുംബ ജീവിതത്തിൽ അള്ളാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, നമസ്കാരമുള്ള ഭാര്യയാണോ? നമസ്കാരമുള്ള ഭർത്താവാണോ? പലിശ വാങ്ങാത്ത ഭർത്താവാണോ? പലിശ വാങ്ങാത്ത ഭാര്യയാണോ? ഹറാം ചെയ്യാത്ത ദമ്പതികളാണോ? എന്നാൽ അവളുടെ കുടുംബ ജീവിതത്തില്, അവന്റെ കുടുംബ ജീവിതത്തില് അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. നിസ്കരിക്കാത്ത കുടുംബമാണോ? ദിക്ർ ചൊല്ലാത്ത കുടുംബമാണോ? ഖുർആൻ ഓതാത്ത കുടുംബമാണോ? ഔറാദില്ലാത്ത കുടുംബമാണോ? മഅദല്ലാഹ്, നഊദു ബില്ലാഹ്. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, കുടുംബ ജീവിതത്തില് അല്ലാഹ് ബറക്കത്ത് നൽകൂലോ, അല്ലാഹ് സന്തോഷം നൽകൂലോ, അല്ലാഹ് ആനന്ദം നൽകൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിച്ചോ. അള്ളയെന്ന് കേൾക്കുമ്പോ, റബ്ബെന്ന് കേൾക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. കുടുംബജീവിതം എൻ്റെ പ്രിയപ്പെട്ടവര് എനിക്കും നിങ്ങൾക്കും ഉണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദാമ്പത്തിക ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഭാര്യ ഹറാം ചെയ്യുമ്പോ ഭർത്താവിന്റെ പ്രിയമുള്ളവര് കൂട്ടു നിന്ന് കൊടുക്കാൻ പാടില്ല. ഭാര്യ തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ ഒരിക്കലും ഭർത്താവിന്റെ പ്രിയമുള്ളവര് കൂട്ടു നിൽക്കാൻ പാടില്ല. മഅദല്ലാഹ്, കാക്കണേ അല്ലോ, കാക്കണേ അല്ലോ. അള്ളാനെ പേടിയുള്ള കുടുംബ ജീവിതമാണെങ്കിൽ
അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അല്ലെ, അല്ല എന്ന് പറയുമ്പോൾ പേടിയുള്ള ഭർത്താവും ഭാര്യയുമാണെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ. ഉസ്താദേ, 1 2 3 4 5 6 പിരിവ് കഴിക്കുമ്പോൾ 8 9 10 11 അവിടെ ഉണ്ടോ? പെങ്ങന്മാരെങ്കിലും ഉണ്ടോ ഭർത്താവുമായിട്ട്? 1 2 3 4 5 6. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നോക്കിയേ, കോവിഡ് വന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു സൗഭാഗ്യമായിരുന്നു ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ. നമ്മൾ ചെയ്തോ? ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അൽഹംദുലില്ലാ പടച്ചവനെ പേടിച്ചുള്ള കുടുംബ ജീവിതമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലെ, 3 കൂട്ടം ഭർത്താക്കന്മാർ നരകത്തിലാണ്. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്. 1, ഭാര്യയും മക്കളും എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമ് ചെയ്യുമ്പോ അതിന്റെ കൂടെ നിന്ന് കൊടുക്കുന്ന ഭർത്താവാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഭാര്യയുടെ കിടപ്പ് രഹസ്യം എന്റെ പ്രിയപ്പെട്ടവരെ പങ്കിടുന്ന ഭർത്താക്കന്മാരാണ് എങ്കിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള 2ാമത്തെ ഭർത്താവ്. 3, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ഭാര്യയുടെ അടിമയായി ജീവിക്കുന്ന ഭർത്താവാണ് നിങ്ങളെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നട്ടലില്ലാത്ത ഭർത്താവാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, ഭാര്യയും പ്രിയപ്പെട്ട ഭർത്താവും അള്ളാനെ പേടിയുള്ള ജീവിതമായിരിക്കണം. ആദരവാകുന്ന പ്രവാചകനാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഫാത്തിമയതാ രോഗം പിടിക്കുകയാ. ഫാത്തിമ എന്റെ പ്രിയമുള്ളവര് അലിയാർ തങ്ങളുടെ മടിയിൽ കിടക്കുകയാ. അലിയാർ തങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ അലിയാർ തങ്ങളോട് ഫാത്തിമ പറയുകയാ, അലിയേ, ഞാനെങ്ങാനും മരിച്ചു പോയാൽ, വിട പറഞ്ഞു പോയാൽ, അലിയാർ തങ്ങൾ വായിലേക്ക് കൈവെക്കുകയാ, ചുണ്ടിലേക്ക് കൈവെക്കുകയാ. എന്നിട്ടതാ ഫാത്തിമയോട് പറയുകയാ, പറയല്ലേ ഫാത്തിമ, നീ വിട പറയുന്നത് സഹിക്കാൻ കഴിയൂല. ഫാത്തിമയതാ പറയുകയാ, പ്രിയപ്പെട്ട അലിയേ, ഞാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ എന്റെ ജനാസയുണ്ടല്ലോ കബറടക്കുന്നത് പകലാക്കല്ല അലിയേ, രാത്രിയാക്കണ അലിയേ. അലിയാർ തങ്ങൾ ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് അലിയേ? അലിയാർ തങ്ങൾ എന്റെ പ്രിയമുള്ളവര് ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് ഫാത്തിമ പാതിരാത്രിയിൽ കബറടക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ഫാത്തിമയതാ പറയുകയാ, പാതിരാത്രിയിൽ കബറടക്കി കഴിഞ്ഞാൽ എന്റെ ജനാസ പാതിരാത്രിയിൽ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ ജനാസയുണ്ടല്ലോ, എന്റെ ശരീരമുണ്ടല്ലോ, ഒരന്യ പുരുഷനതാ കാണൂല അലിയേ എന്ന് പറഞ്ഞ അലിയാർ തങ്ങളു എന്ന് പറഞ്ഞ ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവര് പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരാ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാ, ഉസ്മാൻ തങ്ങൾ വിട പറഞ്ഞതുപോലെ, ഉസ്മാൻ തങ്ങൾ ജീവിച്ചതുപോലെ എന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ ജീവിച്ചതുപോലെ, ഖദീജ ബീവി ജീവിച്ചതുപോലെ, ആയിഷ ബീവി ജീവിച്ചതുപോലെ ആരെങ്കിലും ഒരാൾ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ പടച്ചവനെ പേടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് കുടുംബജീവിതം ആരംഭിച്ചാൽ, നടത്തി കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹം നൽകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തീർന്നിട്ടില്ല, ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ മുമ്പിലൂടെ ബക്കറ്റ് വരും. ബക്കറ്റ് എന്തേ? അല്ലോ വലിയ ബക്കറ്റാണല്ലോ. എന്നാ ബാബാ ഞാനെന്തരാ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൊടുക്കാൻ കഴിയുന്ന ഒരു സംഖ്യ ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞത്, റബ്ബിനെ പേടിയുള്ള കുടുംബം ഏതാ? ഒരു ഭാര്യയും ഭർത്താവുമാരാ. അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 80% ആളുകളും പെണ്ണ് കെട്ടിയവരാ. നിങ്ങള് പാതിരാത്രിയിൽ കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ ഭാര്യ വന്നിട്ട് നിങ്ങളെ വിളിക്ക,
തഹജ്ജുദ് നിസ്കരിക്കാൻ എന്ത് സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് നിങ്ങൾ പാതിരാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു 4:30-4:45 മണിയാകുമ്പോൾ സുബഹിയുടെ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിട്ട് നിങ്ങളുടെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറയിക്ക എണ്ണീക്ക് തഹജ്ജുദ് നിസ്കരിക്കണം അല്ലേ. നാലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ആണെങ്കിൽ കൂമ്പ് നോക്കി കൊടുക്കും, ചവിട്ടും, മാറിക്കിടക്ക് ഞാൻ ഇന്നലെ രാത്രി വന്ന് കിടന്നല്ലേ നിസ്കരിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണം ചില ആളുകൾ. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടാകും. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, പടച്ചവനെ പേടിയുള്ള കുടുംബമാണെങ്കിൽ ഒരിക്കലും നമ്മൾ ലോൺ എടുക്കാൻ പോകില്ല. എപ്പോഴാ ലോൺ എടുക്കേണ്ടി വരുന്നത്? എപ്പോഴാ നമ്മള് പലിശയ്ക്ക് പൈസ എടുക്കേണ്ടി വരുന്നത്? എപ്പോഴാ? അപ്പുറത്തെ വീട്ടിലെ ചെലവ് നോക്കിയിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ലോൺ എടുക്കേണ്ടി വരും. അപ്പുറത്തെ വീട്ടുകാർക്ക് 2 നില വീടുണ്ട്, അവർക്ക് 2 വാഹനമുണ്ട്. അപ്പൊ നമുക്കുള്ളിൻ്റെ ഉള്ളറയിലൊരു ആഗ്രഹം, എൻ്റെ മച്ചാക്ക് വണ്ടിയില്ല. രാത്രി കിടക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇക്കാ അപ്പുറത്തെ സലീമിക്ക പുതിയ ഇന്നോവ എടുത്ത് നമുക്കൊരു സ്വിഫ്റ്റ് എങ്കിലും വേണ്ട ഇക്ക. അപ്പൊ ഇക്ക ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പം 82 രൂപ 50 പൈസ അക്കൗണ്ടിലുള്ളൂ. ഇക്ക പറയും, മോളെ അക്കൗണ്ടിൽ 82 രൂപയും 50 പൈസ ഉള്ളൂ. അപ്പൊ ആമിന പറയും, ഇക്ക പേടിക്കണ്ട, നമുക്ക് കുടുംബശ്രീയിൽ എൻ്റെ പേരിൽ ഒരു ലോൺ എടുക്കാം. എന്താ പറയണേ? കുടുംബശ്രീയില് ഇസാഫില് എൻ്റെ പേരിൽ ഒരു ലോൺ എടുക്കാം. അല്ലെങ്കിൽ ഈ മൊബൈലിലൊക്കെ കിട്ടും, ഒരു ഓക്കെ കൊടുത്താൽ മതി, അപ്പൊ പൈസ കിട്ടും. ഒരു ഓക്കെ കൊടുത്താൽ മതി, അപ്പൊ പൈസ എന്ത് ചെയ്യും? നമുക്ക് ബാങ്കിലോട്ട് കയറുന്ന ചില ലോണുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കാൻ. ഒരിക്കലും പോയി തല വെച്ച് കൊടുക്കരുത്. ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞ, ഉസ്താദെ ബാങ്കിൽ നിന്ന് വിളിച്ചു, ഞാൻ എന്തേ ഒരു ഓക്കെ അടിച്ചതാ ഉസ്താദെ, ഞാൻ എടുക്കാത്ത പൈസക്ക് പലിശ കൊടുക്കണമെന്ന് അവർ പറയണേ. ചില ഓൺലൈൻ തട്ടിപ്പുകാരുണ്ട്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കും, 1 ലക്ഷം രൂപ തരാം, ഇത്ര ശതമാനം പലിശ. 5 ലക്ഷം രൂപ തരാം, ഇത്ര ശതമാനം പലിശ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വലിയൊരു ജോലിയുള്ള ആളാ, വലിയൊരു പൊസിഷനിലുള്ള ആളാ. മാസം 1.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ശമ്പളം ഉണ്ട്. അപ്പൊ ഈ മാസം സാലറി അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും വെരിഫൈ ആവും. അക്കൗണ്ടിൽ ഒരുപാട് പൈസ ലോണുകൾ കിട്ടും. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു ബജാജിന്റെ ഒരാൾ വിളിച്ചിട്ട് പറയാ, 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, 16% പലിശ. 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, 16% പലിശ. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ അടുത്ത ആൾ വിളിക്കാം, ഞങ്ങൾ ഇന്ന ഓഫീസിൽ നിന്ന് വിളിക്കാം, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര സാലറി വന്നിട്ടുള്ളത് കൊണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും വരുമാനമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10 ലക്ഷം രൂപ തരാം, ഇത്ര ശതമാനം പലിശ. അങ്ങനെ ഒരു 10-15 ആളുകൾ ഞങ്ങളൊരു 200 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ഒരു 20 ആളെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ ലോൺ എടുക്കാൻ വിളിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ പറയണത്, ഒരിക്കലും നമ്മൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല. 5 ലക്ഷം എടുത്തിട്ട് 15-20 ലക്ഷം നമ്മൾ തിരിച്ചടക്കേണ്ട ഒരവസ്ഥ. അള്ളാഹുവേ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ലോൺ എടുക്കേണ്ടി വരുന്നപ്പോഴാ ആമിനാത്ത കിടക്കുമ്പം പറയും, ഇക്ക അപ്പുറത്ത് ഇക്കക്ക് ഇന്നോവ ഉണ്ട്, നമുക്കൊരു സ്വിഫ്റ്റ് എങ്കിലും വേണ്ടേ. ഇക്ക പറയും, വേണം. അവസാനം ഉള്ള സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് അവസാനം മാസം 20,000-25,000 എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലിശ കൊടുത്തിട്ട് വണ്ടി എടുക്കും. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ ആമിനാക്ക് പിന്നെ ഒരിളക്കം. അള്ളാഹുവേ, അപ്പുറത്തെ ഖദീജ കുടുംബശ്രീ വന്നിട്ട് പറഞ്ഞത്, വീടിന്റെ മുകളിലേക്ക് പുതിയൊരു പോർഷൻ എടുക്കാൻ പോവാ, വീടിന്റെ മുകളില് പുതിയൊരു പോർഷൻ എടുക്കാൻ പോവാ, അതുകൊണ്ട് നമുക്കും നമ്മുടെ വീടിന്റെ മുകളിലേക്ക് എടുക്കണം. അപ്പൊ സലീമിക്ക ചോദിക്കും, ആമിന നമുക്കാകെ ഒരു മോനാ ഉള്ളേ, അവൻ 5 വയസ്സല്ലേ ഉള്ളൂ, നമുക്കൊരു 2 മുറിയുടെ ആവശ്യമല്ലേ. പറ്റില്ല, അപ്പുറത്തെ ഖദീജ 5 റൂം എടുക്കാൻ പോവാ, നമുക്കൊരു 6 റൂമെങ്കിലും എടുക്കണമെന്ന് പറയുമ്പോൾ പിന്നെയും നോക്കും ബാങ്ക് ബാലൻസ് ഇല്ല, 2 രൂപ കിടക്കണേ, കാരണം ലോൺ എടുത്തു, കാർ എടുത്തു, പൈസ എല്ലാം അതിലേക്ക് കൊടുത്തു. മച്ച പറയും, ആമിന പൈസ ഇല്ല. അപ്പൊ ആമിനാത്ത പറയും, ഇക്കാ നമ്മുടെ ആധാരം കൊണ്ട് ബാങ്കിൽ കയറ്റാം, ആവശ്യമുണ്ടോ? ആവശ്യമില്ലാതല്ലേ കൊണ്ടുവച്ചേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹിനെ പേടിയില്ലാത്ത കുടുംബമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകൂല. അപ്പൊ ഈ 3 കാര്യം ശ്രദ്ധിക്കുവോ? കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ ശ്രദ്ധിക്കുവോ? 3 എണ്ണമായി. 4 ഏതാ? 4 അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഏതെന്നറിയോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ, ആരെങ്കിലും ഒരാൾ ഒരു കുടുംബനാഥനുണ്ടല്ലോ, ഹലാലാകുന്ന സമ്പാദ്യത്തിലൂടെ കുടുംബം എൻ്റെ പ്രിയമുള്ളവരെ പോറ്റിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന്റെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും
നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. ഇവിടെ ഇരിക്കുന്ന ചെങ്കരംകുളങ്കാരോട് പറയുകയാ, ഒരിക്കലും പലിശക്ക് പൈസ എടുക്കല്ലേ, ലോൺ എടുത്ത് വീട് വെക്കല്ലേ, ലോൺ എടുത്ത് വണ്ടി വാങ്ങല്ലേ, ലോൺ എടുത്ത് എന്റെ പ്രിയമുള്ളവര് ചികിത്സയ്ക്ക് നിങ്ങൾ നിൽക്കല്ലേ. ഒരിക്കലും ബറക്കത്ത് ലഭിക്കൂല, ആനന്ദം ലഭിക്കൂല, ബറക്കത്ത് ലഭിക്കൂല. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഹലാലാകുന്ന സമ്പാദ്യത്തിലൂടെ നീ നിന്റെ ഭാര്യയെ പോറ്റിക്കഴിഞ്ഞാൽ, മക്കളെ എന്നെ പ്രിയപ്പെട്ടവരെ പോറ്റിക്കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. ചില ആളുകളുണ്ടല്ലോ, ജോലിക്ക് പോകൂല, ജോലിക്ക് പോകൂല, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരാ, ലോട്ടറി എടുത്ത് ജീവിക്കുന്നവരാ. നാദാ കാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. തൊപ്പി ധരിച്ചവരാ, നിസ്കാര തഴമ്പുള്ളവരാ, പർദ്ദ ധരിച്ചവരാ, മക്കനെ ഇട്ടവരാ, കൈമറച്ചവരാ, കാല് മറച്ചവളാ. മോനെ, ചെങ്ങരംകുളത്ത് കടന്ന് എന്നിട്ട് പലിശക്ക് പൈസ എടുത്തുകൊണ്ട് കുടുംബ ജീവിതം ആരംഭിക്കുന്നവരെ, ഉസ്താദേ കല്യാണമാണ്, കല്യാണമാണ്, പൈസയില്ല, പൈസയില്ല. നിക്കാഹിന്റെ സമയമായപ്പോ മഹർ പോലും എടുക്കാൻ പൈസയില്ല. അടുത്തുള്ള പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു ഉസ്താദ്, മഹർ വാങ്ങിച്ചു ഉസ്താദ് എന്ന് പറയുന്നവരോട് പറയുകയാ, കുടുംബ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് നൽകൂലോ, സന്തോഷം നൽകൂല, ആനന്ദം നൽകൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഹലാലായ സമ്പാദ്യം ഏതെങ്കിലും ഒരുത്തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാഹ്, അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ആനന്ദം തരുന്നതാ, സന്തോഷം തരുന്നതാ, അനുഗ്രഹങ്ങൾ തരുന്നതാ. ഹബീബുനോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാകുന്ന വരുമാനം ഉണ്ടാക്കുന്നവരാരാ, ഹലാലാകുന്ന സമ്പാദ്യം ഉണ്ടാക്കുന്നവരാരാ, അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഈ കല്യാണം എന്ന് പറയുന്നത് ആരാ കഴിക്കണ്ടേ, ആരാ കഴിക്കണ്ടേ? ചില ആളുകളൊക്കെ വന്നിട്ട് പറയും, ഉസ്താദേ കല്യാണമായി, പൈസ ഇല്ല, പൈസ ഇല്ല ഉസ്താദേ, മഹർ എടുക്കാൻ പോലും പൈസ ഇല്ല ഉസ്താദേ. ഞാൻ എന്ത് ചെയ്തു, അടുത്തുള്ളൊരു വട്ടിപ്പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മഹർ എടുത്തിട്ട് ഉസ്താദെ ഞാൻ നിക്കാഹ് ചെയ്തു. മോനെ, അതിൽ ബറക്കത്തുണ്ടാകൂല, സന്തോഷം ഉണ്ടാകൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകളൊക്കെ ഉണ്ട്, വലിയ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന ആളാ. ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീട്ടിലൊരു ഒരു പരിപാടിക്ക് പോയി, ഒരു ദുആ ചെയ്യാൻ പോയി. ആ നാട്ടിലൊരു ഹാജിയാരാ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നിസ്കാരത്തരമ്പൊക്കെ കണ്ടാൽ പള്ളിയിലെ ഖത്തീബിന് പോലും ഇല്ല, അത്രയും വലിയ നിസ്കാരത്തരമ്പ്. അങ്ങനെ ഞങ്ങൾ രണ്ടും ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിൽ പെട്ടെന്ന് എണ്ണ കഴിയാറായി. ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറ്റിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, പൈസ കൊടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ വെറുതെ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഒരു ബോക്സ് ഇങ്ങനെ ഊരി നോക്കി, ഡാഷ്ബോർഡ് ഊരി നോക്കുമ്പോൾ ഓണം ബമ്പർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. ഹാജിയാര, നിസ്കാരത്തരമുണ്ട്, 5 വക്കത്ത് നിസ്കരിക്കാൻ ഒരു ചങ്ങാതിയാ, എന്നോട് എപ്പോഴും ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ ചങ്ങാതിയാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓണം ബമ്പർ കിടക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വണ്ടി ആരുന്നതാ? എൻ്റെതാ ഉസ്താദെ. ഈ വണ്ടി ആരെ ഉപയോഗിക്കുന്നത്? ഞാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഉസ്താദെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഉസ്താദ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ടുകൊണ്ട്, പഠിക്കണ സമയത്ത് ഒരു മുസ്ലിം ദാത്ത ബർദ ധരിച്ചിട്ട് ലോട്ടറി എടുക്കണേ, ബർദ ധരിച്ചിട്ട് ലോട്ടറി എടുക്കണ ദാത്താണ് ഞാൻ കണ്ടിട്ടുണ്ട്. ബറക്കത്തിന് വേണ്ടിയിട്ട് മോളോട് പറയാം, മോൾ എടുക്കുന്ന നല്ല നമ്പർ നോക്കിയിട്ടെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. പാടില്ല, ലോട്ടറി എടുത്തിട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, നിന്റെ കുടുംബത്തിൽ അള്ളാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകില്ല. അല്ലേ, ഈ പലിശയുടെ പൈസ കൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ, നമ്മൾ ലോൺ എടുത്തിട്ട് ആ പൈസ കൊണ്ട് മക്കളെ പോറ്റിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭക്ഷണം ഹലാലാകുന്ന ഭക്ഷണമല്ല കഴിക്കണേ. ഹലാലാകുന്ന ഭക്ഷണമാണ് കഴിക്കണേ, അല്ല. അതിരവാകുന്ന റസൂലുള്ള പറയുകയാ, പലിശയ്ക്ക് പണമെടുത്തിട്ട്, ഹറാമായ പൈസ എടുത്തിട്ട് ആരെങ്കിലും ഒരാൾ നീ നിന്റെ
കുടുംബത്തെ പോറ്റിക്കഴിഞ്ഞാൽ നിന്നെ മക്കൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ഹലാലല്ല. ലോട്ടറി എടുക്കുന്നവര്, ലോട്ടറി വിൽക്കുന്നവര്, അത് ഹറാമാ. ലോൺ എടുത്ത പൈസ കൊണ്ട്, കുടുംബശ്രീ ലോൺ എടുത്ത പൈസ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, മക്കൾക്ക് വസ്ത്രം കൊടുക്കുന്നവരെ, മഅദല്ലോ, നിന്റെ ഇബാദത്ത് പോലും സ്വീകരിക്കൂല. കാരണം എന്താ? ഹറാമായ ഭക്ഷണമുണ്ടല്ലോ, നിന്റെ വയറ്റിൽ കിടക്കുന്നവരാ, കിടക്കുന്നവളാ. നീ അതാ പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ റബ്ബേ സങ്കടങ്ങൾ മാറ്റി തരണേ അല്ലാ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പില് ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് ദുആ ചെയ്യാ. റബ്ബ് സ്വീകരിക്കോ? ഇല്ല. കാരണം എന്തേ? നീ ഹലാലാകുന്ന ഭക്ഷണം കഴിച്ചവളല്ല, ഹലാലാകുന്ന ഭക്ഷണം കഴിച്ചവരല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ വീട് നമ്മൾ എന്തിനാ പണിയണേ? നമ്മുടെ വീട് എന്തിനാ പണിയണേ? സമാധാനം ഉണ്ടാകാൻ അല്ലേ? നമ്മൾ പുറത്തു പോയി കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ്, നമ്മുടെ ജോലി കഴിഞ്ഞ്, നമ്മുടെ തിരക്കുകൾ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിനാ നമ്മുടെ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ചില ആളുകൾ വലിയ ലോൺ എടുത്തിട്ട് വീട് വെക്കും. 50 ലക്ഷവും 60 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ലോൺ എടുത്തിട്ട് വീട് വെക്കും. എന്നിട്ട് ആ വീട്ടിൽ കിടക്കുമ്പോൾ സമാധാനം ഉണ്ടാവുമോ? എല്ലാ മാസവും ഒരു ചിന്തയാ, റബ്ബേ EMI അടക്കണം, 15,000 അടക്കണം, 18,000 അടക്കണം, 16,000 അടക്കണം. ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കൂട്ടി നോക്കും, 10,000 ഇൻറ്റു 16,000 ഇൻറ്റു 10 വർഷം. അള്ളാഹ് 5 ലക്ഷം അടക്കേണ്ടവൻ 12 ലക്ഷം തിരിച്ചടക്കേണ്ട ഗതികേട്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹ് ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? ഈ ലോൺ എടുത്ത വീട്ടിലിരുന്ന് ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കോ? ഇല്ല. കാരണം എന്തേ? അത് ഹറാമാകുന്ന പൈസയാ. അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഈ 4 കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ അള്ളാഹു സന്തോഷം നൽകുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യൂലേ? ചെയ്തു കഴിഞ്ഞാൽ പൊട്ടാതെ പോകാം. ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പൊട്ടാതെ സന്തോഷത്തോടെ പോകാം. ചെയ്യുന്നില്ലെങ്കിൽ കരച്ചട്ടി പൊട്ടിയതുപോലെ നമ്മുടെ ജീവിതവും എൻ്റെ പ്രിയപ്പെട്ടവരെ തകർന്നു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.